എപ്പിസോഡ് 1ന്റെ തുടക്കത്തിൽ ഒരു കഫേയാണ് കാണിക്കുന്നത്. അവിടെ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിരുന്ന് ലാപ്ടോപ്പിൽ പ്രൊഫസർ ജുങ്ങിന്റെ ഇന്റർവ്യൂ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ ജുങ് ആണ് ന്യൂ ട്രൂത്ത് കൾട്ടിന്റെ ഇപ്പോഴത്തെ ലീഡർ. ജുങ് ആ സ്പീച്ചിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മനുഷ്യരുടെ മുന്നിൽ ഒരു ഏഞ്ചൽ പ്രത്യക്ഷപ്പെടും. ശേഷം ആ ഏഞ്ചൽ ആ മനുഷ്യരോട് ചില പ്രവചനങ്ങൾ നടത്തും. നിങ്ങൾ നരകത്തിന് അവകാശപ്പെട്ടതാണ്, നിങ്ങൾ മരിക്കുന്ന തീയതിയും സമയവും ഇതാണ്. ആ ഏഞ്ചൽ പറയുന്ന സമയമാവുമ്പോഴേക്കും നരകത്തിൽ നിന്നും എക്സിക്യൂഷണേഴ്സ് എത്തും, നരകത്തിലെ മരണശിക്ഷ നടപ്പാക്കുന്ന ആരാച്ചാർ. എന്നിട്ട് ഏഞ്ചൽ പറഞ്ഞതുപോലെ അയാളെ കൊല്ലുകയും ചെയ്യും. ഇതുപോലെ ലോകത്തിൽ പലയിടങ്ങളിലായി നടക്കുന്നുണ്ട് എന്നും പറഞ്ഞ് കുറേയധികം വീഡിയോസ് ഡോക്ടർ ജുങ് അവർക്കായി കാണിച്ചു കൊടുക്കുന്നു. ഈ നടക്കുന്നതിന്റെ കാരണം വേറൊന്നുമല്ല, ദൈവം നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി നിരവധി അവസരങ്ങൾ തന്നു. പക്ഷെ മനുഷ്യരെല്ലാം അതിനെ അവഗണിച്ചു. തൽഫലമായാണ് തെറ്റുകൾ ചെയ്യുന്ന പാപികളായ മനുഷ്യരെ ഈ രീതിയിൽ ശിക്ഷിക്കുന്നത്. ഇതിനുള്ള തെളിവുകളും എന്റെ പക്കലുണ്ട് എന്നും പറഞ്ഞ് ഇതിനു മുമ്പ് ആ ഹെൽ എക്സിക്യൂഷനേഴ്സ് കൊന്നുകളഞ്ഞ ഓരോരുത്തരുടെയും പഴയ കാര്യങ്ങൾ തെളിവായി ആളുകൾക്ക് മുന്നിൽ നിരത്തുന്നു. ഈ ഹെൽ എക്സിക്യൂഷനേഴ്സ് കൊന്നുകളഞ്ഞ ഓരോരുത്തരും കൊല ചെയ്തവരും, റേപ്പ് ചെയ്തവരും, ലഹരി പദാർത്ഥങ്ങൾ വിറ്റവരും തുടങ്ങി പലതരം ക്രൈമുകളിൽ ഇൻവോൾവ് ചെയ്തവരാണ്. ഇപ്പോ ദൈവം എന്തിനാണ് ഇങ്ങനെയുള്ള ശിക്ഷ വിധിക്കുന്നത് എന്ന് വെച്ചാൽ, ഇനിയെങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും മനുഷ്യർ ഓരോരുത്തരും തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ദൈവം നമ്മൾ മനുഷ്യർക്കായി നൽകുന്ന അവസാനത്തെ ചാൻസ്. ഇനിയും നിങ്ങൾ മാറിയില്ല എങ്കിൽ നിങ്ങളുടെ വിധിയെ തടുക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് ജുങ് പറയുന്നു. ഇത് കേട്ട് ആ കോഫി ഷോപ്പിൽ വെച്ച് ഇത് കാണുന്ന കുറച്ചു പേരുണ്ടായിരുന്നല്ലോ ഫ്രണ്ട്സ്, അവരിൽ കുറച്ചുപേർ ഇതൊക്കെ വിശ്വസിക്കുന്നു. മറ്റു ചിലരൊക്കെ ഇയാൾ പറയുന്നത് വെറും മണ്ടത്തരമാണെന്നും ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നും ഇതെല്ലാം കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെന്നും പറഞ്ഞ് ജുങ്ങിനെയും അത് വിശ്വസിച്ചവരെയും കളിയാക്കുന്നു. അതേസമയം തന്നെ ജോ എന്നു പേരുള്ള ഒരുത്തൻ ഇവർക്ക് സമീപത്തിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ മൊബൈലിൽ സമയം നോക്കി വളരെ ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കുകയാണ്. സമയം 1:19, സമയം 1:20 അയാൾ പേടിച്ച് വിറച്ച് കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ ഭൂമി കുലുക്കം പോലെ ഒരു ശബ്ദമുണ്ടാവുന്നു. എല്ലാവരും പേടിച്ച് വിറച്ച് സ്തബ്ധരായി നോക്കി നിൽക്കുകയാണ്. ഇതാണ് ഡോക്ടർ ജുങ് നേരത്തെ പറഞ്ഞ ഹെൽ എക്സിക്യൂഷണേഴ്സ്. ജോ തന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്നും ഓടുകയാണ്. ഹെൽ എക്സിക്യൂഷണേഴ്സ് അവന്റെ പിന്നാലെ തന്നെയുണ്ട്. ആ ഹെൽ എക്സിക്യൂട്ടേഴ്സ് ജോയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കടിച്ച് കീറി കൊല്ലുന്നു. ശേഷം അവനെ വെറും ചാമ്പലാക്കി മാറ്റി. ഹെൽ എക്സിക്യൂട്ടേഴ്സ് അവിടെ നിന്നും ഓടി അപ്രത്യക്ഷമാവുന്നു. കരിഞ്ഞ് ചാമ്പലായ അവശിഷ്ടങ്ങൾ ഇത് കണ്ടുനിന്ന ജനങ്ങൾ യാതൊരു കൂസലുമില്ലാതെ വന്ന് വീഡിയോ എടുക്കുന്നത് കാണാം. ആ സംഭവത്തെ തുടർന്ന് പോലീസുകാരെല്ലാം കൂടി പോലീസ് സ്റ്റേഷനിൽ ഒരു എമർജൻസി മീറ്റിംഗ് കൂടുകയാണ്. സംസാര വിഷയം ആ കൊലപാതകം തന്നെ. ആ സമയം ജിൻ എന്ന പോലീസുകാരൻ വളരെ അലക്ഷ്യമായി ആ മീറ്റിംഗിനിടയിലേക്ക് കയറി വരുന്നു. എല്ലാവർക്കും അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. നഗരമധ്യത്തിൽ തന്നെ വളരെ ക്രൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. പകലാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത്. അതിന് നിരവധി ദൃക്സാക്ഷികളും വീഡിയോ ഫൂട്ടേജുകളുമുണ്ട്. കൊല ചെയ്യപ്പെട്ട വ്യക്തിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. ജു എന്നാണ് അയാളുടെ പേര്. ഭാര്യയുമായി ഡൈവോഴ്സ് ആയിരിക്കുകയാണ്. അവർക്ക് മക്കളില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അതിനുശേഷം അവർ ആ വീഡിയോ ഫൂട്ടേജ് കാണുന്നു. ഈ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ്, ഒരു സ്ട്രേഞ്ച് ക്രിയേച്ചേഴ്സ് ആണ് അയാളെ കൊല ചെയ്തിരിക്കുന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പിന്നിലുള്ള രഹസ്യം കണ്ടെത്തേണ്ടതുണ്ട്. അതുമാത്രമല്ല, നമുക്ക് മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്. ഈ കൊലപാതകങ്ങളെല്ലാം ദൈവത്തിന്റെ ശിക്ഷയാണെന്നും പറഞ്ഞ് ന്യൂ ട്രൂത്ത് എന്ന് പറയുന്ന ചില സംഘങ്ങളും വീഡിയോസും വാർത്തകളും പടച്ചുവിടുന്നുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് ജിന്നിനെയും അദ്ദേഹത്തിന് അസിസ്റ്റന്റായിട്ട് യുൻപിയോ എന്ന് പറയുന്ന ഡിറ്റക്റ്റീവിനെയും ഇവരുടെ ഹെഡ് അസൈൻ ചെയ്യുന്നു. ഞാൻ ഇത്രയും നേരം ഇവരെ പോലീസുകാരെന്നല്ലേ പറഞ്ഞത്, ഡിറ്റക്റ്റീവ്സ് ആണ് കേട്ടോ. അതിനുശേഷം ഡിറ്റക്റ്റീവ് ഹെഡ് ജിന്നിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയും, നിങ്ങൾ എന്താണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതുപോലെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഓഫ് എടുക്കും. അതിനുള്ള സഹായങ്ങൾ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് പറയുന്നു. അതിനിപ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ജിൻ ഓഫീസറോട് ചോദിക്കുന്നു. ജിന്നിനോട് തർക്കിച്ചാൽ ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് കൃത്യസമയത്ത് ഓഫീസിലേക്ക് വരാൻ നോക്കിക്കൂടെ എന്നും പറഞ്ഞിട്ട് ഓഫീസർ അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം ഡിറ്റക്റ്റീവ് ജിന്നും ഡിറ്റക്റ്റീവ് യൂൻപയോയും കൂടി ജു കൊല്ലപ്പെട്ട സ്ഥലം പരിശോധിക്കാൻ പോവുകയാണ്. കാറിൽ പോകുന്നതിനിടയിൽ യൂൻപയോ ജിന്നിനോട് ന്യൂ വേൾഡിനെ കുറിച്ചും ആരോ ഹെഡ് എന്ന സംഘടനയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു. ഈ ആരോ ഹെഡിന്റെ ഒരു ഉപസംഘടനയാണ് ന്യൂ ട്രൂത്ത് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ന്യൂ വേൾഡ് പറയുന്നത് ഇതുപോലെ നടന്നിരിക്കുന്ന പല കൊലപാതകങ്ങളും ഉണ്ട്, ഇതെല്ലാം തെറ്റ് ചെയ്തതിന് ദൈവം നൽകുന്ന ശിക്ഷയാണ് എന്നാണ്. കുറ്റവാളി നരകത്തിലേക്ക് പോകാനുള്ള സമയം ഒരു ഏഞ്ചൽ വന്ന് പറയുമെന്നും അതേ സമയത്ത് തന്നെ ഇതുപോലുള്ള
ഭീകരർ വന്ന് അവരെ കൊല്ലുമെന്നും അസിസ്റ്റന്റ് ജിന്നിനോട് പറയുന്നു. നരകം, ദൈവം, ശിക്ഷ, ഇത്തരം കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ജിൻ തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ അസിസ്റ്റന്റ് പറയും, ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ അത് വിശ്വസിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇതുപോലുള്ള വീഡിയോസിനൊക്കെ വളരെയധികം പ്രചാരം നേടുന്നതും അതുകൊണ്ട് തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെ ചിന്തിക്കാനാണ് ഇഷ്ടം. കാരണം നമ്മൾ ഓരോ പ്രതികളെയും കഷ്ടപ്പെട്ട് പിടിച്ച് കോടതിയിലെത്തിക്കുമ്പോൾ തെളിവില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി അവരെ വെറുതെ വിടും. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ തന്നെ ശിക്ഷയാണെന്ന് ചെറിയ തോതിൽ ഞാനും വിശ്വസിക്കുന്നു. അത് കേട്ടപ്പോൾ ജിൻ പറയും, നമ്മുടെ ജോലി കുറ്റവാളിയെ പിടിക്കുക എന്നതാണ്. ഇനിയൊരു പക്ഷേ അവർ ചെയ്യുന്നത് ലോകത്തെ രക്ഷിക്കാനായിരിക്കാം, അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടിയായിരിക്കാം, ദൈവമായിരിക്കാം, അല്ലെങ്കിൽ സാത്താനായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, അവർ ആര് തന്നെ ആയാലും നമ്മളവരെ കണ്ടെത്തുക തന്നെ വേണം എന്ന് ജിൻ പറയുന്നു. അങ്ങനെ ഡിറ്റക്റ്റീവ് ജിന്നും അസിസ്റ്റന്റും കൊല നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവിടുത്തെ പോലീസുകാരോട് കാര്യങ്ങൾ തിരക്കുന്നു. അപ്പോൾ ഒരു പോലീസുകാരൻ പറയും, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ആ മോൺസ്റ്റേഴ്സ് അയാളെ കൊല്ലുന്ന വീഡിയോ ദൃശ്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ബ്ലഡ് സ്റ്റെയിൻ അല്ലാതെ ഒരു കാൽപ്പാടോ എന്തെങ്കിലും കയ്യടയാളമോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഉടനെ ഡിറ്റക്റ്റീവ് ജിൻ ആ പോലീസുകാരനോട് ചോദിക്കും, ന്യൂ ട്രൂത്ത് എന്ന് പറയുന്ന സംഘടന ഇവിടെ എവിടെയോ ഒത്തുകൂടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, അതെവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഉടൻ തന്നെ അയാൾ ആ റോഡിനപ്പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ കുറച്ചുപേര് നിൽക്കുന്നത് ഞാൻ കണ്ടു. കുറെ നേരമായിട്ട് മൈക്കിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരായിരിക്കും. അത് കേട്ട ഉടനെ ജിൻ അങ്ങോട്ടേക്ക് പോകുന്നു. ന്യൂ ട്രൂത്തിന്റെ ചെയർമാൻ ജുങ് ജിൻസു ആണ് അവിടെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നത്. അയാൾ ഏറ്റുവാങ്ങിയത് അയാളുടെ പാപത്തിന്റെ ശിക്ഷയാണ്. ഇനി മുതലെങ്കിലും നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ വചനം കേൾക്കണം. സൗത്ത് ഏഷ്യയിലെ ഒരു വില്ലേജിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അവന് ഏഞ്ചൽസിന്റെ പ്രവചനമുണ്ടായി. 5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നരകത്തിലേക്ക് പോവും. ആ ഏഞ്ചൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യം 5 മണിക്കൂറിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കാണൂ എന്നും പറഞ്ഞ് അയാൾ ഒരു വീഡിയോ കാണിക്കുന്നു. നേരത്തെ ജോയ്ക്ക് സംഭവിച്ചതുപോലെ ഒരു വീഡിയോ. ഹെൽ എക്സിക്യൂഷനേഴ്സ് വന്ന് ഒരു വ്യക്തിയെ ക്രൂരമായി കൊല്ലുന്ന ഒരു വീഡിയോ. അത് കണ്ട് ജനങ്ങളെല്ലാരും സ്തബ്ധരായി. അപ്പോ ജുങ് വീണ്ടും പറയും, ആ വ്യക്തിയുടെ വീട്ടിൽ പിന്നീട് 3 ശവശരീരങ്ങൾ കൂടി കണ്ടെടുത്തു. കുഴിച്ചു മൂടപ്പെട്ട നിലയിലായിരുന്നു അവ 3ഉം. അയാൾ കൊന്നു തള്ളിയ 3 നിരപരാധികളായ ജനങ്ങൾ. അതിന്റെ ശിക്ഷയാണ് ദൈവം അയാൾക്ക് നൽകിയത്. അതിനുശേഷവും ജുങ് നിരവധി ഫോട്ടോസ് ആ ജനങ്ങളെ കാണിക്കുന്നു. എല്ലാം ഒരുപോലെ മരണപ്പെട്ടവർ, എല്ലാം കുറ്റവാളികൾ. അവർ ചെയ്ത കുറ്റങ്ങളെല്ലാം അയാൾ അവരോട് പറയുന്നു. എല്ലാവരെയും ദൈവം അതിനുള്ള ശിക്ഷ നൽകി നരകത്തിലേക്ക് അയച്ചു എന്നും അയാൾ ജനങ്ങളോട് പറയുന്നു. മനുഷ്യരെല്ലാം ഇന്ന് പാപികളാണ്, കുറ്റം ചെയ്യുന്നവരാണ്. അവർക്ക് പശ്ചാത്താപം എന്തെന്ന് അറിയില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ദൈവം എന്താണ് നരകമെന്ന് ഓരോ മനുഷ്യരെയും അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ശിക്ഷകൾ വിധിക്കുന്നത്. ഇതിലൂടെ ദൈവം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സത്യസന്ധനാവുക, തെറ്റുകൾ ചെയ്യാതിരിക്കുക, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ആരാച്ചാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടും. ഇനിയും തിരുത്താൻ ഭാവമില്ലെങ്കിൽ ദൈവശിക്ഷ ഏറ്റുവാങ്ങി നരകത്തിലേക്ക് പോയി നരകിക്കേണ്ടി വരും എന്ന് ജുങ് എല്ലാവരോടുമായി പറയുന്നു. പ്രസംഗത്തിന് ശേഷം ജിന്നും അസിസ്റ്റന്റും പോയിട്ട് ചെയർമാൻ ജുങ്ങിനോട് സംസാരിക്കുന്നു. ഇവിടെ വെച്ച് നടന്ന കൊലപാതകത്തെ പറ്റി ഞങ്ങൾക്ക് ചിലത് നിങ്ങളോട് ചോദിക്കാനുണ്ടെന്ന് ജിൻ ജുങ്ങിനോട് പറയുന്നു. കൊലപാതകമോ? നമ്മൾ മനുഷ്യർക്ക് ദൈവത്തിന്റെ ചെയ്തികളെക്കുറിച്ച് എന്താണ് അറിയാൻ സാധിക്കുക? അത് ദൈവവിധിയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ മനുഷ്യരെ കൊണ്ട് സാധിക്കുമോ എന്ന് ജുങ് വളരെ ആത്മീയമായ രീതിയിൽ ജിന്നിനോട് സംസാരിക്കുന്നു. ആ സമയത്താണ് ജിൻ തന്റെ മകളെ അവിടെ വെച്ച് കാണുന്നത്. അയാൾ ആകെ ഷോക്കായി പോയി. ജിൻ ഹീജങ് എന്നാണ് മകളുടെ പേര്. നമുക്ക് ഹീജങ് എന്ന് തന്നെ വിളിക്കാം. ജിൻ ഓടിപ്പോയി മകളോട് ദേഷ്യപ്പെടുന്നു. നിനക്ക് ക്ലാസ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകണമെന്നറിയില്ല, ഇവിടെ എന്തിനാ വന്നത്? നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഹീജങ് പറയും, ഞാൻ ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയത് തന്നെയാണ് എന്നും പറഞ്ഞ് അച്ഛനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്ന വഴിക്ക് ചെയർമാൻ ജുങ്, ഞാൻ എന്നാൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് അവൾ അവിടെ നിന്നും പോകുന്നത്. അത് നമ്മുടെ ജിന്നിന് തീരെ പിടിച്ചില്ല. അയാൾ ജുങ്ങിനോടും കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്റെ മകളെയും നിങ്ങളുടെ ഡിവോട്ടിയാക്കാൻ ശ്രമിക്കുകയാണോ? നിങ്ങളുടെ ഓർഗനൈസേഷൻ ഇതുപോലെ കൊച്ചുകുട്ടികളെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണോ എന്ന് ജിൻ ജുങ്ങിനോട് ദേഷ്യപ്പെടുന്നു. നിങ്ങൾ കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. അവൾ സ്വമേധയാ വന്നതാണ് ഇവിടെ. അവൾ നിങ്ങളുടെ മകളാണെന്ന് പോലും എനിക്കറിയില്ല. അവളുടെ അച്ഛൻ ഒരു പോലീസുകാരനാണെന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചത് വെറും കോയിൻസിഡൻസ് മാത്രമാണ്. നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ ഞാൻ അവളോട് സംസാരിച്ചോളാം. ഈ വോളണ്ടറിങ് നിർത്തിയിട്ട് അച്ഛന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ എന്ന് ജുങ് മറുപടി പറയുന്നു. അത് കേട്ടതോടെ ജിന്നിന് പിന്നെ മറുത്തൊന്നും പറയാൻ പറ്റിയില്ല. ആ സമയത്ത് അസിസ്റ്റന്റ് ജുങ്ങിനോട് ചോദിക്കും, ഞങ്ങൾക്ക് കുറച്ചധികം ചോദ്യങ്ങൾ കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട്, നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകാമോ? അപ്പോൾ ജുങ് പറയും, സോറി, എനിക്ക് ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ പോകുന്ന വഴി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നാൽ മതിയോ? തീർച്ചയായും, ഞങ്ങൾക്ക് അത് മതി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നും പറഞ്ഞ് അവർ 3 പേരും കൂടി അവിടെ നിന്നും നടക്കുന്നു. അങ്ങനെ അവർ 3 പേരും നടന്ന് ഒരു ട്രെയിനിൽ കയറുന്നു. ആ ട്രെയിനിലുള്ള എല്ലാവരും ചെയർമാൻ ജുങ്ങിനോട് വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് പെരുമാറുന്നത്. അത് കണ്ട് ഡിറ്റക്റ്റീവ് യൂൻപായോ ജുങ്ങിനോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുപോലൊരു ജീവിത രീതി തെരഞ്ഞെടുത്തത്? ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇതുപോലെ ഡിവോട്ടി ആയിട്ടൊന്നുമല്ല ജീവിച്ചിരുന്നത്. ഞാനൊരു അനാഥനാണ്. ഒരു ക്രിസ്തീയ ഓർഫനേജിലാണ് ഞാൻ ജീവിച്ചത്. എന്നാൽ 20 വയസ്സിന് ശേഷം ആ ഓർഫനേജിൽ നിന്നും പുറത്തു വന്ന എനിക്ക് എന്റെ ജീവിതം തന്നെ വെറുത്തുപോയി. അതുകൊണ്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു.
ചോദിച്ചു. പക്ഷെ എന്നെ അറിയുന്നവരാരും ഞാൻ മരിച്ചു കിടക്കുന്നത് കാണരുതെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ടിബറ്റിലേക്ക് യാത്ര തിരിച്ചു. ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ഒരു മലമുകളിലേക്ക് ഞാൻ നടന്നു കയറി. അവിടെ വെച്ചാണ് എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ സംഭവം ഞാൻ കണ്ടത്. നരകത്തിന്റെ ആരാച്ചാരുമാർ ഒരു മനുഷ്യന് ശിക്ഷ വിധിക്കുന്നതാണ് ഞാൻ ആ മലമുകളിൽ കണ്ടത്. അതിനുശേഷം ദൈവത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് യാത്ര ചെയ്തു. വർഷങ്ങളോളം അത് തുടർന്നു. കാലങ്ങൾക്ക് ശേഷമാണ് ദൈവത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടെയാണ് ഞാൻ എന്റെ ജീവിത നിയോഗം മനസ്സിലാക്കിയത്. ദൈവത്തിന്റെ ഈ സൂചനകളെപ്പറ്റി എല്ലാ മനുഷ്യരെയും അറിയിക്കുക. ഈ ദൈവവിധിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ശിക്ഷകളെക്കുറിച്ചുമെല്ലാം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. കുറ്റവാളികളില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കുക. അതാണ് എന്റെ ജീവിത ലക്ഷ്യം. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ജുങ് അവരോടായിട്ട് പറയുകയാണ്. ഉടനെ തന്നെ യൂൻപയോ ജുങ്ങിനോട് ചോദിക്കും, ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആരോഹെഡ് എന്ന സംഘടനയുമായിട്ട് ന്യൂ ട്രൂത്തിന് വളരെയധികം ബന്ധമുണ്ടെന്ന്. അത് സത്യമാണോ? അപ്പോ ജുങ് പറയും, അങ്ങനെ ഒരു ആരോപണം കേൾക്കുന്നതിൽ എനിക്കും അതിയായ ദുഃഖമുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ ലോകത്തെവിടെയും ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവം മാത്രമാണ് അത്. ആരോഹെഡുമായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. മനുഷ്യർ ധാർമ്മികതയോടെ ജീവിക്കുക എന്നതാണ് ദൈവഹിതമെന്ന് ജനങ്ങളെ അറിയിക്കുക മാത്രമാണ് എന്റെ ലക്ഷ്യം എന്ന് ജുങ് അവരോട് പറയുന്നു. അത് കേട്ടതോടെ നമ്മുടെ ജിൻ ചിരിച്ചു പോകുന്നു. നിങ്ങളിപ്പോൾ ചിരിക്കാൻ മാത്രം എന്ത് തമാശയാണ് ഞാൻ പറഞ്ഞത് എന്ന് ജുങ് ജിന്നിനോട് ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നത് ശിക്ഷ ഭയന്ന് എല്ലാ ജനങ്ങളും സത്പ്രവൃത്തികൾ മാത്രം ചെയ്യുമെന്നാണോ എന്ന് ജിൻ ജുങ്ങിനോട് ചോദിക്കുന്നു. മനുഷ്യനിൽ പശ്ചാത്താപം ഉടലെടുക്കാൻ ഭയത്തിനല്ലാതെ മറ്റെന്തിന് സാധിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ജുങ് ജിന്നിനോട് ചോദിക്കുന്നു. അപ്പോ ജിൻ പറയും, നിങ്ങൾ ഈ പറയുന്ന ദൈവത്തിന് മനുഷ്യൻ സ്വന്തമായി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊന്നും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. നിങ്ങളുടെ മകൾ ഹീജിങ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ കൊല്ലപ്പെട്ടതാണെന്ന്. ആ കൊലയാളി ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും? അയാളുടെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അയാൾ ഈ സൊസൈറ്റിയിലേക്ക് തന്നെയല്ലേ ഇറങ്ങിച്ചെന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യയെ കൊന്നതിൽ ഇപ്പോൾ ആ കൊലയാളിക്ക് പശ്ചാത്താപം ഉണ്ടാവുമെന്ന്? മനുഷ്യനിർമ്മിതമായ നിയമങ്ങളാൽ യഥാർത്ഥ നീതി നടപ്പിലാകുമെന്ന് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ജുങ് ജിന്നിനോട് ചോദിക്കുന്നു. അതോടെ ജിൻ എന്ത് പറയണമെന്നറിയാതെ സ്തബ്ധനായി നിൽക്കുന്നു. അപ്പോഴേക്കും ജുങ്ങിനെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുപേർ അങ്ങോട്ടേക്ക് വരുന്നു. അതോടെ ജുങ് തന്റെ നമ്പർ ജിന്നിന് കൊടുത്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളൂ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ജിന്നിന് ജുങ്ങിനെ കുറിച്ചുള്ള സംശയങ്ങൾ കൂടി വന്നതല്ലാതെ ഒട്ടും കുറഞ്ഞില്ല. രാത്രി വീട്ടിലെത്തിയ ജിൻ മകളുടെ മുറിയിലേക്ക് പോകുന്നു. അയാൾ ഒന്നും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മകൾ അയാളോട് പറയും, ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ടോ പഠിക്കാതെയോ ഒന്നും അല്ല അത്തരം പരിപാടികൾക്ക് പോകുന്നത്. അത്തരം പ്രസംഗങ്ങൾ കേൾക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഓർത്ത് അച്ഛൻ വിഷമിക്കാനൊന്നുമില്ല. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ജിൻ ജുങ്ങിനെ കുറിച്ചും ന്യൂ ട്രൂത്ത് എന്ന ഓർഗനൈസേഷനെ കുറിച്ചും ഒക്കെ ഇന്റർനെറ്റിലൂടെ തിരയുകയാണ്. ഇന്റർനെറ്റിലുള്ള എല്ലാ ലേഖനങ്ങളിലും ന്യൂ ട്രൂത്ത് എന്ന ഓർഗനൈസേഷനെ പറ്റി നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വക്കീലായ മിൻ ഹെയ്ജിൻ മാത്രം ന്യൂ ട്രൂത്ത് എന്ന ഓർഗനൈസേഷനും ആരോഹെഡ് എന്ന ഓർഗനൈസേഷനും ഒന്നു തന്നെയാണെന്നും അവർ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുകയാണെന്നും ലേഖനത്തിൽ എഴുതിയിരുന്നു. അതൊക്കെ വായിച്ചു നോക്കുന്നതിനിടയിൽ ജുങ് ജിൻസു തന്റെ ഭാര്യയുടെ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞത് ഡിറ്റക്റ്റീവ് ജിൻ ഓർക്കുന്നു. ഉടനെ തന്നെ അയാൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഫ്ലാഷ് ബാക്കിൽ അന്നത്തെ സംഭവങ്ങളും കാണിക്കുന്നു. തന്റെ ഭാര്യയുടെ കൊലപാതകവും അതേ തുടർന്ന് ആ കൊലയാളിയുടെ അറസ്റ്റും അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിട്ടും സഹപ്രവർത്തകരെല്ലാം തടഞ്ഞതുകൊണ്ട് അതിന് മുതിരാതെ തന്റെ മകൾക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായതുമൊക്കെ അയാൾ വിഷമത്തോടെ ഓർക്കുന്നു. ആ സമയത്താണ് തന്റെ ഭാര്യയുടെ കൊലപാതക സമയത്ത് ഡ്രഗ്സ് ഉപയോഗിച്ചതായി തെളിഞ്ഞതുകൊണ്ട് തൽഫലമായാണ് കൊലപാതകം ചെയ്തതെന്നും ആയതുകൊണ്ട് തന്നെ അയാളുടെ ശിക്ഷയിൽ ഇളവ് നൽകി 6 വർഷത്തിന് ശേഷം അയാളെ ജയിൽ മോചിതനാക്കിയെന്നും ഇന്റർനെറ്റിലൂടെ ജിൻ അറിയുന്നു. വളരെയധികം വിഷമത്തോടെ അയാൾ ആ വാർത്ത നോക്കിയിരിക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് പാർക്ക് എന്ന സ്ത്രീയെ കാണിക്കുന്നു. പുള്ളിക്കാരി രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീട്ടിലെത്തിയ പാർക്കിനെയും കാത്ത് അവളുടെ മക്കൾ രണ്ടുപേരും ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിരുന്നു. പാർക്കിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് തന്നെ മക്കൾ അവൾക്ക് കേക്ക് ഒരുക്കി വെച്ചിരുന്നു. അത് കണ്ടപ്പോൾ പാർക്കിന് വളരെയധികം സന്തോഷമായി. അവൾ മക്കളെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നന്ദി പറയുന്നു. പെട്ടെന്ന് ഒരു രൂപം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവരെല്ലാവരും പേടിച്ചുപോയി. പാർക്ക് ജുങ്ജ, ഇന്നേക്ക് 5-ാം നാൾ കൃത്യം 3 മണിക്ക് നീ മരണപ്പെടും. നീ നരകത്തിന് അവകാശപ്പെട്ടതാണ്. ആ അമ്മയും മക്കളും സ്തബ്ധരായി നിൽക്കുകയാണ്. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. ശേഷം ഒരു യൂട്യൂബ് സ്ട്രീമിംഗ് ആണ് കാണിക്കുന്നത്. ആരോഹെഡ് എന്ന് പറഞ്ഞിട്ട് ന്യൂ ട്രൂത്ത് പോലെ മറ്റൊരു കൾട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ, അതിലെ ഒരു അംഗമാണ് ഈ സ്ട്രീമർ. ഏതാണ്ട് അമ്പലത്തിലെ ഉത്സവത്തിന് പറമ്പിൽ LED ബൾബ് കത്തിച്ചു വെച്ച പോലെയാണ് അയാളുടെ രൂപം ഇപ്പോൾ. അവസാനം ദൈവം തന്റെ വിധി നടപ്പിലാക്കിയിരിക്കുന്നു. ദൈവവചനങ്ങൾ നിന്ദിച്ച മനുഷ്യരെ അവൻ അവന്റെ വിധിയിലൂടെ നരകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എന്നിട്ടും ഇപ്പോഴും മനുഷ്യർ ഇതൊക്കെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെന്നും ടെററിസം ആണെന്നും ഞങ്ങൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതാണെന്നും ഒക്കെ പറയുകയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ ചെയ്തികളാണെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങളൊക്കെ വെറും ചാണകങ്ങളാണ്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് നിങ്ങൾക്ക്? ദൈവം
ദൈവത്തിൽ വിശ്വസിക്കാൻ. ഇവിടെയുള്ള പോലീസുകാർ ഇപ്പോഴും അതിന്റെ അന്വേഷണത്തിലാണ്. എന്നിട്ട് അവരെന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? അവരത് കണ്ടുപിടിച്ചിട്ട് നേരെ മേലേക്ക് ചെന്നിട്ട് ദൈവത്തോട് ചോദിക്കോ, നിങ്ങളെ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുകയാണ്. ഈ പോലീസുകാർക്കൊന്നും ഇപ്പോഴും ബുദ്ധി വെച്ചിട്ടില്ല. അവരെന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? അവരുടെ കൺമുന്നിൽ വെച്ച് മരണപ്പെട്ട ആ ജൂ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചോ? അത് കണ്ടുപിടിക്കാൻ പറ. അല്ലാതെ ഒരാൾക്കും ദൈവത്തിന്റെ ജഡ്ജ്മെന്റിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ദൈവം സിയോൾ തെരഞ്ഞെടുത്തത് എന്ന്. അത് ഞങ്ങൾ കാരണമാണ്. ഞങ്ങളാണ് ആരോഹെഡ്. എന്റെ അമ്മ, എന്റെ തൊണ്ട അടഞ്ഞു പോയി. നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ദൈവത്തിന് എപ്പോഴാണോ ഒരു അസ്ത്രം തൊടുക്കണമെന്ന് തോന്നുന്നത്, അപ്പോ ഈ ആരോഹെഡ് ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ചെന്ന് തറയ്ക്കും എന്നൊക്കെ എന്തൊക്കെയോ ഭ്രാന്തമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ നട്ടഭ്രാന്തൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിരവധി അജ്ഞാനികളായ മനുഷ്യർ ദൈവത്തെപ്പറ്റി ബുൾഷിറ്റുകൾ ഓരോന്നും പറയുകയാണ്. ദാ നോക്ക്, ഇയാൾ പറയുന്നത് കേട്ടു നോക്ക് എന്നും പറഞ്ഞ് ഒരു വീഡിയോ സ്ട്രീമിങ്ങിലൂടെ അയാൾ കാണിക്കുന്നു. അതിൽ ഒരു നോവലിസ്റ്റ് ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾക്കൊന്നും ദൈവത്തിന്റെ കയ്യില്ല എന്നും കുറേയധികം കുറ്റവാളികൾ അവരുടെ റിവഞ്ച് തീർക്കുന്നതിനു വേണ്ടിയിട്ട് കൊലപാതകങ്ങൾ ചെയ്ത് അത് ദൈവം ചെയ്തതാണെന്നും നീതി നടപ്പിലാക്കിയതാണെന്നും ഒക്കെ പറഞ്ഞു നടക്കുകയാണ്. ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ ചിന്താശക്തി ഇല്ലാതാക്കരുത്, അത് മറ്റുള്ളവർക്ക് മുന്നിൽ അടിയറവ് വെക്കരുത് എന്നൊക്കെ ആ നോവലിസ്റ്റ് പറയുന്നതാണ് വീഡിയോ. തുടർന്ന് ആ പ്രാന്തൻ വീണ്ടും വരുന്നു. കണ്ടോ, ഇയാൾ പറയുന്നത് കേട്ടോ, ദൈവം ഇല്ല പോലും, ദൈവമല്ല ഇതൊന്നും ചെയ്യുന്നത് പോലും. നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നില്ലേ? ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ അയാൾക്കുള്ള പണിഷ്മെന്റ് ദൈവം കൊടുക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കണോ? ഇല്ല, നമ്മളായിട്ട് തന്നെ അയാൾക്കുള്ള പണിഷ്മെന്റ് നൽകണം. ദൈവം അതിലേക്കുള്ള വഴി തുറന്നു തരും. എങ്ങോട്ടേക്കാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടതെന്ന് ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ ആരോഹെഡ് നിങ്ങളെ അതിലേക്ക് നയിക്കും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നീതി നടപ്പിലാക്കുക. തുടർന്ന് വീണ്ടും ഒരു വീഡിയോ ഫുട്ടേജ് കാണിക്കുന്നു. അതിൽ ആ നോവലിസ്റ്റിനെ കുറച്ച് കുട്ടികൾ ചേർന്ന് വളരെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിനെ പറ്റി അസഭ്യം പറയുമല്ലേ? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കില്ല അല്ലേ? ദൈവത്തെ പറ്റി പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ പറഞ്ഞാണ് ആ കുട്ടികൾ അയാളെ അടിക്കുന്നത്. എനിക്ക് തെറ്റുപറ്റിയതാണ്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നു. ആ നടന്നതെല്ലാം ദൈവഗീതം തന്നെയാണ്, ദൈവം നീതി നടപ്പിലാക്കിയത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ അവരോട് കെഞ്ചി പറയുന്നുണ്ട്. എന്നാലും അവർ അയാളെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും സീനിലേക്ക് ആ ഭ്രാന്തം വരുന്നു. കണ്ടോ, ഇപ്പോ അയാൾക്ക് മനസ്സിലായി എന്താണ് ദൈവമെന്ന്, എന്താണ് നീതിയെന്ന്. നീതിയുടെ പാതയിലൂടെ അയാളെ നടക്കാൻ പഠിപ്പിച്ച ആരോഹെഡിന് നന്ദി പറയണം. അയാളുടെ കാര്യം നമുക്ക് വിടാം. നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യം വേറെയുണ്ട്. ജൂ എന്ന ഈ പാപി ചെയ്ത ഓരോ തിന്മകളും നമ്മൾ കണ്ടെത്തി ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ദൈവം എന്താണ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമ്മൾ ലോകത്തെ അറിയിക്കണം. അതിന് ആരോഹെഡിനോടൊപ്പം അണിചേരാം. ആരോഹെഡ് വിജയിക്കട്ടെ. ഇന്നത്തെ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എന്നും പറഞ്ഞ് ആ ലൈവ് സ്ട്രീമിംഗ് അവസാനിക്കുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഡിറ്റക്റ്റീവ് ജീൻ തന്റെ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഇന്നലെ രാത്രി ആരോഹെഡിന്റെ ആൾക്കാരുടെ അട്ടികൊണ്ട് പണ്ടാരടങ്ങിയ നമ്മുടെ നോവലിസ്റ്റില്ലേ, പുള്ളിക്കാരൻ അവിടെ പരാതിയുമായി വന്നിരുന്നു. അതേക്കുറിച്ച് യൂൻപയോ നമ്മുടെ ജിന്നിനോട് പറയുകയാണ്. അയാളുടെ പരാതിയുടെ മേൽ ഞങ്ങൾ കുറച്ചുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കൊച്ചു പിള്ളേരാണ്, അതുകൊണ്ട് തന്നെ എങ്ങനെ കേസാക്കുമെന്ന് ഒരു പിടിയുമില്ല. അപ്പോൾ ജിൻ പറയും, നീ ഒരു കാര്യം ചെയ്യ്, നീ ആ കുട്ടികളുമായിട്ട് ഒന്ന് സംസാരിച്ചു നോക്ക്, ഞാൻ ആ നോവലിസ്റ്റുമായിട്ട് സംസാരിച്ചോളാം. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ആ ആരോഹെഡിനെ കണ്ടെത്തണം എന്നും പറഞ്ഞ് ജിൻ നോവലിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നു. ആ നോവലിസ്റ്റിന്റെ കൂടെ ഒരു ലോയർ കൂടി അങ്ങോട്ടേക്ക് വന്നിരുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ജിൻ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നില്ലേ, ന്യൂ ട്രൂത്ത് കൾട്ടിനെതിരെ എഴുതിയിരുന്ന ഒരു ആർട്ടിക്കിൾ, അതെഴുതിയ ലോയർ മിൻ ഹേജിനായിരുന്നു അത്. നമ്മുടെ ഡിറ്റക്റ്റീവ് ജീൻ നോവലിസ്റ്റിനോട് കാര്യങ്ങൾ തിരക്കുന്നു. നിങ്ങളെ ആക്രമിച്ച ആ കുട്ടികളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അപ്പോൾ നോവലിസ്റ്റ് പറയും, ഇല്ല, എന്നെ അടിച്ച് ബോധം കെടുത്തിയതിനു ശേഷമാണ് അവർ ഏതോ ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത്. അവരെ ഒന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. അവർ എത്ര പേരുണ്ടായിരുന്നു എന്ന് താങ്കൾക്ക് മനസ്സിലായിരുന്നോ? ഏകദേശം 10 പേരോളം ഉണ്ടായിരുന്നു എന്ന് അയാൾ മറുപടി പറയുന്നു. അതിനുശേഷം ആ നോവലിസ്റ്റ് ജിന്നിനോട് ചോദിക്കും, സർ, അവർ പറഞ്ഞതൊക്കെ സത്യമാണോ? ഇതെല്ലാം ചെയ്യുന്നത് ദൈവമാണോ? ദൈവം ഇങ്ങനെ ഓരോരുത്തരെയും ശിക്ഷിക്കാനും മറ്റുമൊക്കെ പോവുമോ? നിങ്ങൾക്കെങ്കിലും അത് അറിയാമെങ്കിൽ എന്നോടൊന്ന് പറയൂ എന്ന് നോവലിസ്റ്റ് ചോദിക്കുന്നു. ഇത് കേട്ട് ജിൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതേസമയം യുൻപയോ ആ നോവലിസ്റ്റിനെ അടിച്ച പിള്ളേരില്ലേ, അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല, കാരണം അവർക്കൊന്നും പ്രായപൂർത്തിയായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കുട്ടികളും യുൻപയോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് ഉത്തരമൊന്നും പറയുന്നില്ല. അവർ ഡിറ്റക്റ്റീവ്സിനെയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ നിങ്ങളെ ജുവനൈൽ ഹോമിലാക്കുന്നതിനുള്ള നിയമം ഇവിടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഉത്തരം പറയാൻ നോക്കുമെന്ന് യുൻപയോ അവരെ പേടിപ്പിക്കുന്നു.
സാറെന്താ പേടിപ്പിക്കുക? നമുക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല. ഇപ്പൊ ജയിലിൽ പോയാലും നമ്മൾ പുറത്തേക്കല്ലേ ഇറങ്ങാൻ പോകുന്നത്, അതുകൊണ്ട് സാർ എന്താന്ന് വെച്ചാൽ ചെയ് എന്നുള്ള രീതിയിൽ അവർ യുൻപേയോയെ വീണ്ടും കളിയാക്കുന്നു. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവരുടെ വായിൽ നിന്ന് ഒരു ഉത്തരം പോലും യുൻപേയോയ്ക്ക് ലഭിച്ചില്ല. അതിനുശേഷം ജിന്നും യുൻപേയോയും സംസാരിക്കുകയാണ്. ജിൻ യുൻപേയോട് പറയുന്നു, എന്റെ മകളും ഈ കൾട്ട് ഗ്രൂപ്പിന്റെ കയ്യിലാണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിയാവുന്നു. അപ്പോൾ യുൻപേയോ പറയും, സാർ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, അവൾ ഇതുപോലുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല, അതുകൊണ്ട് സാർ സമാധാനമായിരിക്കും. ആ സീൻ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ ലോയർ മിന്നിനെ കാണിക്കുന്നു. മിൻ ഓഫീസിലേക്ക് പോയപ്പോ പാർക്ക് എന്നുള്ള ആ സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യമെന്ന് മിൻ പാർക്കിനോട് ചോദിക്കുന്നു. എന്റെ വീട്ടിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടുവെന്നും എന്റെ മരണ ദിവസവും സമയവും എന്നോട് പറഞ്ഞുവെന്നും പാർക്ക് മിന്നിനോട് പറയുന്നു. പക്ഷെ മിൻ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. ഉടനെ തന്നെ പാർക്ക് തന്റെ മകൻ അന്ന് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ മിന്നിനെ കാണിക്കുന്നു. അതിൽ ആ ഏഞ്ചലിന്റെ രൂപം കണ്ട് മിൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. എന്നിട്ട് മിൻ പാർക്കിനോട് ചോദിക്കും, നിങ്ങൾ ഇതിനെപ്പറ്റി വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നു? ഉടനെ തന്നെ പാർക്ക് പറയും, ന്യൂ ട്രൂത്തിന്റെ ചെയർമാൻ ജുങ്ങിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അയാൾ എന്താണ് നിങ്ങളോട് പറഞ്ഞതെന്ന് മിൻ ചോദിക്കുന്നു. അപ്പോൾ പാർക്ക് പറയും, അയാൾ പറഞ്ഞത് എന്റെ മരണം അയാൾക്ക് ലൈവ് ടെലികാസ്റ്റ് ചെയ്യണമെന്നാണ്. എന്താ അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞ എന്ന് മിൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു. ഒരു സ്റ്റേജിൽ വെച്ച് ആ മരണം സംഭവിക്കുകയും അത് ഈ കൊറിയ മുഴുവൻ ലൈവ് ടെലികാസ്റ്റ് ആകുകയും വേണമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞതെന്ന് പാർക്ക് പറയുന്നു. അത് പറയുമ്പോൾ പാർക്കിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അത് നോക്കി പുഞ്ചിരിക്കുന്ന മുഖവുമായി ജുങ് ജിൻസു. ആ ഒരു സീനോടുകൂടി ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. പാർക്ക് ലോയർ മിന്നിനോട് ജുൻസു തന്റെ മരണം ലൈവ് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് മുതലാണ് രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. പാർക്ക് പറയുന്നതെല്ലാം കേട്ട മിൻ, അയാൾ എന്തിനാണ് ഇതൊക്കെ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്? അതുമാത്രമല്ല, ആ രൂപം പറഞ്ഞതുപോലെ 5 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മരണം സംഭവിക്കുമെന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ പാർക്ക് പറയും, ഒരുപക്ഷെ ഞാൻ മരണപ്പെട്ടാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേറെ ആരുമില്ല, അവർ അനാഥരാകും, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ബ്രോഡ്കാസ്റ്റിന് സമ്മതിച്ചത്. ബ്രോഡ്കാസ്റ്റും മക്കളുടെ സുരക്ഷയും തമ്മിൽ എന്ത് ബന്ധമെന്ന് മിൻ ചോദിക്കുന്നു. ഞാൻ മരിക്കുന്നത് ലൈവ് ചെയ്യാൻ സമ്മതിച്ചാൽ 3 ബില്യൺ വൺ പണം തരാമെന്ന് ജുൻസു പറഞ്ഞിട്ടുണ്ട്. എന്റെ മക്കൾക്ക് വേണ്ടി അതിന് സമ്മതിക്കുകയല്ലാതെ എനിക്ക് മറ്റൊരു വഴിയുമില്ല എന്ന് പാർക്ക് പറയുന്നു. ഇതിൽ എത്രമാത്രം റിസ്ക് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഐഡന്റിറ്റി പുറത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോ ഹെഡ് എന്ന് പറയുന്ന ടീം നിങ്ങളെ ആക്രമിച്ചേക്കാം എന്ന് മിൻ പറയുന്നു. എനിക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് എനിക്ക് ജുൻസുവുമായി ഒരു ലീഗൽ എഗ്രിമെന്റ് ഉണ്ടാക്കി തരണം. എന്റെ മരണശേഷം അയാൾ എന്നെ ചതിക്കാൻ പാടില്ല. ആ പണം എന്റെ മക്കളുടെ കൈകളിൽ സുരക്ഷിതമായി എത്തണം. നിങ്ങൾക്കിതിന് സാധിക്കില്ലെങ്കിൽ ഞാൻ വേറെ വക്കീലിനെ കണ്ടെത്തിക്കോളാം എന്ന് പാർക്ക് പറയുന്നു. മിൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. ഉടനെ മിന്നിന്റെ കൂടെയുണ്ടായിരുന്ന വക്കീലെ അവളെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് പറയും, ഇതിനിത്ര ആലോചിക്കാനൊന്നുമില്ല, ആ പാവം സ്ത്രീയെ സഹായിക്കാൻ നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. അവരുടെ മരണവും ജീവിതവും നമ്മുടെ കയ്യിലല്ല. അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് തന്നെ വരാം, പക്ഷേ ആ പാവം കുടുംബത്തിന് ആ പണം കിട്ടിയാൽ അതൊരു സഹായമാവും. അതുമാത്രമല്ല, ജുൻസു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിന് തെളിവുകൾ നമ്മുടെ പക്കൽ ഉണ്ടാവുന്നത് പിന്നീട് ഗുണം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആ വക്കീല് മിന്നിനെ സമ്മതിപ്പിക്കുന്നു. ശേഷം ലോയർ മിൻ വീട്ടിലേക്ക് പോകുന്നു. അവിടെ പുള്ളിക്കാരിയുടെ അമ്മ സിഗരറ്റ് വലിക്കുന്നത് കണ്ട മിൻ അവരെ ശകാരിക്കുന്നു. അമ്മ എന്താണ് ഈ ചെയ്യുന്നത്? അസുഖത്തെക്കുറിച്ചെങ്കിലും ഒന്ന് ഓർത്തൂടെ? ഉടനെ അമ്മ പറയും, ക്യാൻസർ രോഗിയായി ഞാൻ എന്തായാലും മരിക്കും, പിന്നെ ഈ സിഗരറ്റ് വലിച്ചതുകൊണ്ട് അതിൽ നിന്ന് എന്ത് മാറ്റം വരാനാണ് മോളെ? അപ്പോഴാണ് മിൻ കുറച്ച് വിഷമത്തിലാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നത്. അമ്മ മിന്നിനോട് കാര്യം തിരക്കുന്നു. ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ. എവിടെ നിന്നോ ചില ഭീകര സത്വങ്ങൾ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യനെ ക്രൂരമായി കൊല്ലുന്നു. ഇത് തെറ്റ് ചെയ്തതിന് ദൈവം നൽകുന്ന ശിക്ഷയാണെന്ന് ഒരു കൾട്ട് ഗ്രൂപ്പ് പറഞ്ഞു നടക്കുന്നു. എന്നെക്കൊണ്ട് ഇത് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ സാധിക്കുന്നില്ല എന്ന് മിൻ അമ്മയോട് പറയുന്നു. അപ്പോൾ അമ്മ പറയും, മോളെ നോക്ക്, ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ ചിലർക്കെങ്കിലും അവർ മരിക്കുന്ന ദിവസം മുൻകൂട്ടി മനസ്സിലാവും, അത്ര തന്നെ. അതല്ലാതെ അതിൽ വേറൊരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. സോ ജീവനുള്ളിടത്തോളം കാലം ജീവിതം ആസ്വദിച്ച് ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. നിന്റെ ഈ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ അമ്മയുടെ സന്തോഷം എന്ന് മിന്നിന്റെ അമ്മ സ്നേഹത്തോടെ അവളോട് പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് ചെയർമാൻ ജുങ്ങിനെ കാണിക്കുന്നു. അയാൾ തന്റെ മുറിയിലിരുന്ന് പാർക്കിന്റെ മകൻ റെക്കോർഡ് ചെയ്ത ആ ഏഞ്ചലിന്റെ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഡിറ്റക്റ്റീവ് ഓഫീസാണ് കാണിക്കുന്നത്. ജിന്നും യൂൻപയോയും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയാണ്. ഇതുവരെയായിട്ടും അന്വേഷണം മുന്നോട്ട് പോവാത്തതിൽ ഡിറ്റക്റ്റീവ് ഹെഡിന് ദേഷ്യം വരുന്നുണ്ട്. അതേസമയം ഡിറ്റക്റ്റീവ് ജിന്നിന് ലോയർ മിന്നിന്റെ കോൾ വരുന്നു. ഉടനെ തന്നെ പാർക്കിന്റെ വീട്ടിലേക്ക് വരാൻ മിൻ ജിന്നിനോട് പറയുന്നു. അടുത്ത സീനിൽ ചെയർമാൻ ജുൻസുവിനെയും അയാളുടെ അസിസ്റ്റൻസിനെയും കാണിക്കുന്നു. പാർക്കിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അവരിപ്പോൾ. അപ്പോൾ അതിൽ ഒരു അസിസ്റ്റന്റ് പറയും, ഈ ഏരിയയിലൊക്കെ ഇപ്പോൾ സ്ഥലത്തിന് നല്ല വിലക്കുറവാണ്, ഇതിന്റെ കൂട്ടത്തിൽ അതും കൂടി അങ്ങ് കച്ചവടാക്കിയാലോ? അവരതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഡിറ്റക്റ്റീവ് ജിന്നും യൂൻപയോയും അങ്ങോട്ടേക്ക് വരുന്നു. ജുങ്ങിനെ കണ്ട ഉടനെ തന്നെ ജിൻ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ആ സ്ത്രീക്ക് ഇത്രയും വലിയ തുക നൽകാൻ സാധിക്കുന്നത്? ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ വലിയ പണക്കാരും അംഗങ്ങളാണ്, പണം സ്വരൂപിക്കുന്നത് ഞങ്ങൾക്ക് അത്ര വലിയൊരു കാര്യമൊന്നുമല്ല എന്ന് ജുങ് ജിന്നിനോട് പറയുന്നു.
ഞങ്ങൾക്കിത് ആത്മീയ കാര്യമോ ദൈവശിക്ഷയോ ഒന്നുമല്ല, ഇത് ഒരു പ്രീ ഇൻഫോംഡ് മർഡർ മാത്രമാണെന്ന് ജിൻ ജുങ്ങിനോട് പറയുന്നു. അപ്പോഴേക്ക് ലോയർ മിന്നും അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് പാർക്കിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. ശേഷം അവരെല്ലാം ഒരുമിച്ചിരുന്ന് പാർക്കിനു വേണ്ടി എഗ്രിമെന്റ് തയ്യാറാക്കിയാണ്. ഒരുപക്ഷെ ആ ലൈവ് ടെലികാസ്റ്റ് ഒരു ചാനലിലും പ്രക്ഷേപണം ചെയ്തില്ലെങ്കിലും പാർക്കിന് ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിലും പറഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പാർക്ക് വന്നാൽ പണം അവർക്ക് നൽകണം എന്ന് മിൻ എഗ്രിമെന്റ് വായിച്ചു പറയുന്നു. ടെലികാസ്റ്റ് നടന്നില്ലെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ തന്നൂടെ എന്ന് ജുങ് പറയുന്നു. അത് കേട്ട് മിൻ ദേഷ്യപ്പെട്ടപ്പോൾ ജുങ് പറയും, മാഷെ ഒരു തമാശ പറഞ്ഞതാപ്പാ എന്നും പറഞ്ഞ് എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നു. ശേഷം ജുങ് അയാളുടെ അക്കൗണ്ട് പാർക്കിന്റെ അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുന്നു. സോ ലൈവ് ടെലികാസ്റ്റ് അവസാനിച്ച ഉടനെ തന്നെ പണം ഓട്ടോമാറ്റിക്കായി പാർക്കിന് ലഭിക്കും. അതിനുശേഷം ചെയർമാൻ ജുങ് ആ വീടും അതിന്റെ ചുറ്റുപാടും ഒക്കെ ഇങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു. അവിടെ പാർക്കിന്റെയും കുട്ടികളുടെയും നിരവധി ഫോട്ടോസ് ഉണ്ടായിരുന്നു. അത് കണ്ട് ജുങ് പാർക്കിനോട് ചോദിക്കും, രണ്ട് കുട്ടികളും തമ്മിൽ നല്ല ഏജ് വ്യത്യാസമുണ്ടല്ലോ, എന്തുപറ്റി അത്രയും ഗ്യാപ്പ് ഇട്ടത്? ഇയാളുടെ ഈ ചോദ്യം കേട്ടപ്പോൾ ലോയർ മിന്നിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചിന്തിക്കുന്നത്? അത് അവരുടെ ഇഷ്ടമല്ലേ എന്ന് ദേഷ്യപ്പെടുന്നു. എന്നാലും ജുൻസു വിടുന്നുണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ പാർക്കിനോട് അവരുടെ അച്ഛന്റെ ഫോട്ടോയൊന്നും കാണാനില്ലല്ലോ, നിങ്ങളുടെയും കുട്ടികളുടെയും ഫോട്ടോ മാത്രമല്ലേ ഇവിടെ മൊത്തമായിട്ടുള്ളൂ, അവരുടെ അച്ഛൻ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. അവർക്ക് അച്ഛനില്ല, ഞാൻ സിംഗിൾ പാരന്റ് ആണ് എന്ന് പാർക്ക് മറുപടി പറയുന്നു. ജുൻസു ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ കുത്തി ചോദിക്കുന്നത് മിന്നിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത് എന്ന് മിൻ അയാളോട് ചോദിക്കുന്നു. ഈ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയണം. കാരണം 5 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ദൈവശിക്ഷയാണ്, പാപത്തിനുള്ള ശിക്ഷ. ആ പാപം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവൂ എന്ന് ജുൻസു പറയുന്നു. ആ 2 കുട്ടികളുടെ അച്ഛൻ വേറെ വേറെ ആൾക്കാരാണോ, അതോ അവരുടെ അച്ഛൻ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണോ എന്നൊക്കെ ജുൻസു പാർക്കിനോട് ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് നിന്ന പാർക്കിന്റെ മകൻ അടുത്ത മുറിയിൽ നിന്നും പുറത്തേക്ക് ചാടി ഇറങ്ങിയിട്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെന്തിനാണ് അവർ നരകത്തിലേക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജുൻസുവിനോട് ദേഷ്യപ്പെടുന്നു. ഉടനെ തന്നെ പാർക്ക് മകനെ ശകാരിക്കുന്നു. വലിയൊരു സംസാരിക്കുന്നതിനിടയിലേക്ക് നീ എന്തിനാണ് വന്ന് സംസാരിക്കുന്നത് എന്നും പറഞ്ഞ് അവനെ വീണ്ടും മുറിയിലേക്ക് കൊണ്ടാക്കുന്നു. അതിനുശേഷം പാർക്ക് വളരെ വിഷമത്തോടെ ജുൻസുവിനോട് പറയും, നിങ്ങൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോളൂ, ഒരു അമ്മ എന്ന നിലയിൽ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്ക് നോക്കണം, അവരുടെ ജീവിതം സെക്യൂർ ആയാൽ മതി എനിക്ക്. അതുകൊണ്ട് തന്നെ എന്റെ മരണത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നേയില്ല. എന്റെ മക്കളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ഇത് ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ എഗ്രിമെന്റിന്റെ ജോലികളെല്ലാം തീർത്ത് അവരെല്ലാവരും പാർക്കിന്റെ വീട്ടിൽ നിന്നും പോകുന്ന വഴി മിൻ ജിന്നിനോട് പറയുന്നു, ഇയാൾ എന്തിനാണ് ഇതൊക്കെ ലൈവ് സ്ട്രീം ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അയാളുടെ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. മാത്രമല്ല ഇത്തരം ലൈവ് സ്ട്രീമൊക്കെ ആ ആരോ ഹെഡിനെ പോലെയുള്ള ഭ്രാന്തന്മാരും അയാളെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാരും അല്ലാതെ വേറെ ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു. ആ സീൻ കട്ട് ചെയ്ത് ആരോ ഹെഡിന്റെ പുതിയ ലൈവ് സ്ട്രീമിംഗ് ആണ് കാണിക്കുന്നത്. ദൈവത്തിനാൽ മരണദിനം കുറിക്കപ്പെട്ട ഒരു വ്യക്തിയെ ന്യൂ ട്രൂത്ത് കൾട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദൈവഹിതം ഈ ലോകം അറിയും. പക്ഷെ ഇപ്പോ നമുക്കറിയാനുള്ളത് മറ്റൊരു കാര്യമാണ്. അന്ത്യദിവസം കുറിക്കപ്പെട്ട ആ വ്യക്തി ആരാണ്, അയാൾ ചെയ്ത പാപം എന്താണ് എന്ന് ആരോ ഹെഡ് ലൈവിലൂടെ എല്ലാരോടുമായിട്ട് ചോദിക്കുന്നു. അതേ തുടർന്ന് ആരോ ഹെഡിന്റെ ഫോളോവേഴ്സിൽ ഒരാൾ ആ സ്ത്രീയുടെ പേര് പാർക്ക് എന്നാണെന്നും അവർക്ക് 2 കുട്ടികളുണ്ടെന്നും അവരുടെ പേര് ഇന്നതൊക്കെയാണെന്നും ബയോളജിക്കലി 2 പേർക്കും 2 ഫാദേഴ്സ് ആണെന്നും തുടങ്ങി എല്ലാ വിവരങ്ങളും ആ ലൈവ് ഷോയിലൂടെ പുറംലോകത്തെ ചാറ്റിലൂടെ അറിയിക്കുന്നു. അത് ചെയ്തത് വേറെ ആരുമല്ല, നമ്മുടെ ജിന്നിന്റെ അസിസ്റ്റന്റായ യൂൻപയോയാണ്. നല്ലവനാണെന്ന് വിചാരിച്ചവൻ വെറും സൈക്കോ ആണെന്ന് തോന്നുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. ആ ലൈവ് സ്ട്രീമിങ്ങോട് കൂടി പാർക്കിന്റെ ഐഡന്റിറ്റി എല്ലാവർക്കും വ്യക്തമാവുന്നു. അതോടെ ഈ കാര്യങ്ങൾ മൊത്തം വൈറലാവാൻ തുടങ്ങി. ഈ വിവരം നമ്മുടെ ലോയർ മിന്നും അറിയുന്നു. ഉടനെ തന്നെ പാർക്കിന്റെ കുഞ്ഞുങ്ങളെ അവിടെ നിന്നും മാറ്റണം, ഇല്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ ആപത്താണ് എന്നുള്ളത് കൊണ്ട് മിൻ ജിന്നിനെ വിളിച്ചു പറയുന്നു. ശേഷം ആ കുട്ടികളെയും കൂട്ടി എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയം ആരോ ഹെഡ് ലൈവ് സ്ട്രീമിങ്ങിലൂടെ പാർക്കിന്റെ ഫോട്ടോയും പുറത്തുവിടുന്നു. അതുമാത്രമല്ല അവരുടെ കുട്ടികളുടെ ഫോട്ടോസും പുറത്തുവിടുന്നു. അതിൽ ആ ചെക്കന്റെ കയ്യിൽ എന്തോ മുറിവടയാളം ഉണ്ടായിരുന്നു. അത് കണ്ട ഉടനെ ആരോ ഹെഡ് ചോദിക്കും, ഓ നീ നിന്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുക കൂടി ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടോടാതെ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കാൻ നോക്ക് എന്നൊക്കെ ആ ആരോ ഹെഡ് ലൈവിലൂടെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ജുൻസുവും ജിന്നിന്റെ മകൾ ഹീജങ്ങും ഏതോ ഒരു വ്യക്തിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജുൻസു ഹീജിങ്ങിനോട് ചോദിക്കും, അതാണോ നിന്റെ അമ്മയുടെ കൊലപാതകി? അപ്പോ ഹീജിങ് പറയും, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അന്നവൻ മുഖമൂടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ കാണുമ്പോൾ ഇത് അയാളെ പോലെ തന്നെയുണ്ട്. അപ്പോ ജുൻസു പറയും, എനിക്ക് അയാളെ കണ്ടിട്ട് നിന്റെ അമ്മയെ കൊന്നതിനുള്ള ഒരു പശ്ചാത്താപമോ തെറ്റുകൾ ചെയ്തതിനുള്ള കുറ്റബോധമോ ഒന്നും അയാളുടെ മുഖത്ത് കാണുന്നില്ല. അതുകൊണ്ട് ആ കുറ്റബോധം, ആ പശ്ചാത്താപം നീ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ജുൻസു ഹീജിങ്ങിനോട് പറയുന്നു. ഉടനെ ഹീജിങ് ആ മൊട്ടയെ ഫോളോ ചെയ്തു പോയിട്ട് അയാൾക്ക് ഷോക്ക് കൊടുത്ത് ബോധം കെടുത്തുന്നു. ഇതേസമയം നമ്മുടെ മിൻ പാർക്കിനെയും കുട്ടികളെയും കൂട്ടി എയർപോർട്ടിലെത്തിയിരുന്നു. പാർക്കിനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങരുതെന്നും പറഞ്ഞ് മിൻ കുട്ടികളെയും കൂട്ടി എയർപോർട്ടിനുള്ളിലേക്ക് പോകുന്നു. കുട്ടികളെ ആരും കാണാതെ കൊണ്ടുപോകാൻ നോക്കിയിട്ടും വരുന്നവരും പോകുന്നവരും എല്ലാവരും ആ കുട്ടികളെ സൂക്ഷിച്ചു നോക്കുന്നത് കാണാം. മിൻ 2 കുട്ടികളെയും ഫ്ലൈറ്റിന്റെ വാതിൽക്കൽ വരെ കൊണ്ടാക്കുന്നു.
സേഫായി അവരെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തിയതിനു ശേഷം മിൻ തിരിച്ചു വരുന്നു. ഇതേ സമയം പുറത്താകട്ടെ പാർക്ക് കുട്ടികളെ കാണുന്നതിന് വേണ്ടിയിട്ട് കാറിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഡിറ്റക്റ്റീവ് ജിന്നും അങ്ങോട്ടേക്ക് വരുന്നു. പാവം പാർക്ക് ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കില്ല, അവസാനമായി അവരെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ എനിക്ക് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പാർക്ക് വിഷമത്തോടെ കരയുകയാണ്. മിന്നും ജിന്നും പാർക്കിന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നു. ഇതേ സമയം ജുങ് ഹീജിങ്ങിന്റെ അമ്മയെ കൊന്നവനെ ഒരു ഇലക്ട്രിക് ശ്മശാനത്തിലേക്ക് കയറ്റിവിട്ട് ജീവനോടെ എരിച്ചു കളയുകയാണ്. അയാൾ കത്തിച്ചാമ്പലാകുന്നത് ഒരു ക്രൂരമായ ആനന്ദത്തോടെ നോക്കി നിൽക്കുകയാണ് ഹീജങ്. അടുത്ത ദിവസം രാവിലെ മോൺസ്റ്റേഴ്സ് കരിച്ചു കൊന്ന ഒരു ശവശരീരം ഒരു പഴയ കെട്ടിടത്തിൽ നിന്നും പോലീസിന് ലഭിക്കുന്നു. ആ അവശിഷ്ടങ്ങൾക്കൊപ്പം ഇന്നലെ ജുങ് കൊന്ന ആ വ്യക്തിയുടെ ID കാർഡും മറ്റ് സാധന സാമഗ്രികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരിച്ചത് അയാളാണെന്നും അയാൾ ചെയ്ത കൊലപാതകത്തിന്റെ ഫലമായിട്ടാണ് അയാൾക്ക് ഈ ശിക്ഷ ലഭിച്ചത് എന്നുമൊക്കെ ന്യൂസ് ചാനലുകളിലൊക്കെ ന്യൂസ് വരാൻ തുടങ്ങി. ഈ വാർത്ത ഡിറ്റക്റ്റീവ് ജിന്നും കേൾക്കുന്നു. ആ വാർത്ത കേട്ട് സന്തോഷിക്കണോ അതോ വിഷമിക്കണോ എന്നൊന്നും അയാൾക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം തന്നെ ഡിറ്റക്റ്റീവ് ചീഫ് ജിന്നിനോട് ചോദിക്കും, സത്യം പറ, നിനക്കും ഈ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിന്റെ ഭാര്യയെ കൊന്നതിനുള്ള പ്രതികാരം തീർത്തതാണോ എന്ന് ജിന്നിനോട് ചോദിക്കുന്നു. ആ പാർക്കിന്റെ ഐഡന്റിറ്റി ആരോഹെഡ് പുറത്തുവിട്ടതുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കാനഡയിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട് അവരോടൊപ്പം എയർപോർട്ടിലായിരുന്നു ഞാൻ. ലോയർ മിന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ജിൻ ചീഫിനോട് പറയുന്നു. അപ്പോൾ ചീഫ് പറയും, ഏതായാലും ഈ ശവശരീരം ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കില്ല. സാഹചര്യ തെളിവ് വെച്ച് ഊഹിക്കുകയെ നിവൃത്തിയുള്ളൂ. ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാനോ DNA ടെസ്റ്റ് നടത്താനോ ഒന്നും സാധിക്കില്ല. അങ്ങനെ ചെയ്താലും ഇത് നോൺ ഓർഗാനിക് മെറ്റീരിയൽ ആണ് എന്ന് മാത്രമായിരിക്കും റിപ്പോർട്ട് വരിക എന്നും പറഞ്ഞ് ചീഫ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. തുടർന്ന് നടന്ന ആരോഹെഡിന്റെ സ്ട്രീമിംഗിൽ ഇന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ചുമെല്ലാം അയാൾ ജനങ്ങളെ അറിയിക്കുന്നു. പാർക്ക്, നിനക്കിനി ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എത്രയും പെട്ടെന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പിനപേക്ഷിക്ക് എന്ന് ആരോഹെഡ് ആക്രോശിക്കുന്നു. ജനങ്ങളാകട്ടെ പാർക്കിന്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടി തെറ്റുകൾ ഏറ്റുപറഞ്ഞു മാപ്പപേക്ഷിക്കുക എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം പാർക്കാകട്ടെ തന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർക്കിന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ ജനങ്ങൾ മാത്രമല്ല നാഷണൽ മീഡിയാസ് വരെ വന്ന് തടിച്ചുകൂടിയിരിക്കുകയാണ്. ലോയർ മിന്നിനും അസിസ്റ്റന്റ് ലോയറിനും എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവരാകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ്. ഇനി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നുള്ളൊരു പേടി അവരുടെ മുഖത്തുണ്ട്. ഇതേ സമയം നമ്മുടെ ഡിറ്റക്റ്റീവ് ജിന്നാകട്ടെ മരിച്ചത് തന്റെ ഭാര്യയുടെ കൊലപാതകി തന്നെയാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ വീടിന് സമീപത്തുള്ള എല്ലാ CCTV ഫൂട്ടേജും തനിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറയുന്നു. പെട്ടെന്ന് ഒരു വലിയ കല്ല് ജനൽ ചില്ലുകൾ തകർത്ത് അകത്തേക്ക് വന്ന് വീഴുന്നു. എന്താണ് സംഭവമെന്ന് അവർ മനസ്സിലാക്കുന്നതിനുള്ളിൽ തന്നെ ആരോഹെഡിന്റെ ആൾക്കാർ വന്ന് ആ ഡിറ്റക്റ്റീവ് ഓഫീസ് അടിച്ച് തകർക്കുകയാണ്. അവിടെയുള്ള ഡിറ്റക്റ്റീവ്സിനെ ഒക്കെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുകയാണ് അവർ. അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആരോഹെഡിന്റെ ആൾക്കാരെ പുറത്തുവിടാൻ പറഞ്ഞിട്ടാണ് അവർ ഈ ആക്രമണം അഴിച്ചുവിടുന്നത്. ജിന്നും മറ്റു ഉദ്യോഗസ്ഥരും കൂടി അവരെ തടയാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ, ഇന്നാണ് പാർക്കിന്റെ അന്ത്യ ദിവസം. ന്യൂ ട്രൂത്ത് കൾട്ട് നടക്കാൻ പോകുന്ന സംഭവം എല്ലാവരും കാണുന്നതിന് വേണ്ടിയിട്ട് പാർക്കിന്റെ വീട് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യുന്നു. ലൈവ് സ്ട്രീമിങ്ങിനുള്ള കാര്യങ്ങളും തയ്യാറാക്കുന്നു. അതോടൊപ്പം തന്നെ തങ്ങളുടെ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ പണം ഡൊണേഷൻ ചെയ്യുന്ന VIP-കളെ എല്ലാം ഒരു മുഖംമൂടിയിട്ട് ആ വീടിന് ഏറ്റവും മുന്നിലായി ഇരുത്തുന്നു. ലോകം മുഴുവൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് അറിയാൻ പാർക്കിന്റെ വീട്ടിലേക്ക് ഉറ്റുനോക്കി നിൽക്കുകയാണ്. ഇപ്പോ നമ്മുടെ പാർക്കും അങ്ങോട്ടേക്ക് വരുന്നു. തനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസേരയിലേക്ക് ഒരു യന്ത്രമനുഷ്യനെ പോലെ അവൾ പോയിരിക്കുന്നു. നമ്മുടെ ജിന്നാവട്ടെ അവിടെ മുഴുവനായിട്ടും പോലീസുകാരെ വിന്യസിക്കുന്നു. ഇവരൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. സിറ്റുവേഷനിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നിയാൽ പാർക്കിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, അതിനെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുകയില്ല എന്നും പറഞ്ഞ് ജിൻ എല്ലാ പോലീസുകാരോടും അലേർട്ടായി നിൽക്കാൻ പറയുന്നു. ഏഞ്ചൽ പറഞ്ഞ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ടാവുന്നു. 10, 9, 8, 7. 6, 5, 4, 3, 2, 1. അതോടുകൂടി രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അങ്ങനെ ആ ഭീകര സത്വങ്ങൾ വന്ന് പാർക്കിനെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. കണ്ടു നിന്നവരെല്ലാം പേടിച്ച് വിറച്ചുപോയി. പോലീസുകാരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്ധരായി നിൽക്കുകയാണ്. ആ ഭീകരജീവി പാർക്കിന്റെ കൈയൊക്കെ അതിന്റെ കൈ ഉപയോഗിച്ച് കുത്തി കീറുന്നു. അപ്പോഴേക്കും പോലീസുകാരെല്ലാം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിയുടെ നേരെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അതിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. നമ്മുടെ ജിന്നും ഓടിപ്പോയി അതിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് അതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എവിടെ അത്രയും ചറവറ വെടികൊണ്ടിട്ട് അതിനൊന്നും പറ്റിയില്ല. പിന്നെയാണ് ഇങ്ങേരുടെ ഒരു ചെറിയ ബുള്ളറ്റ്. ആ ഭീകരജീവി തിരിഞ്ഞു നിന്ന് നമ്മുടെ ജിന്നിനെ അടിച്ച് തെറിപ്പിക്കുന്നു. ഒറ്റയടിക്ക് തന്നെ അവന്റെ ബോധം പോയി. നമ്മുടെ യൂൻപയോ ആവട്ടെ അപ്പോൾ ഈ ആരോഹെഡ് പറയുന്നതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രക്തത്തിൽ കുളിച്ച് പാതി ജീവനുമായി നിൽക്കുന്ന പാർക്കിനെ ആ 3 ഭീകര ജീവികളും ചേർന്ന് കരിച്ച് ഭസ്മമാക്കി മാറ്റുന്നു.
ഈ കാഴ്ചകളെല്ലാം കണ്ടു നിന്ന ജനങ്ങളെല്ലാം എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുകയാണ്. ഉടനെ തന്നെ യൂൻപായോ ദൈവത്തിനു മുന്നിൽ മുട്ടുകുത്തി നമസ്കരിക്കുന്നു. അത് കണ്ട ഉടനെ അവിടെ ഉണ്ടായിരുന്ന VIPസും നാട്ടുകാരും പത്രക്കാരും തുടങ്ങി എല്ലാവരും മുട്ടുകുത്തി ദൈവത്തെ വണങ്ങുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ഡിറ്റക്റ്റീവ് ജിന്നിനെയാണ് കാണിക്കുന്നത്. ബോധം തെളിഞ്ഞപ്പോൾ അയാൾ ഒരു ആശുപത്രിയിലാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെയൊന്നും ഒരാളെ പോലും കാണാനില്ല. പുള്ളിക്കാരൻ അവിടെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ തന്റെ മകളെയും അവിടെയൊന്നും കാണുന്നില്ല. അയാൾ പലതവണ അവളെ ഫോൺ വിളിച്ച് നോക്കിയെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നില്ല. പാവം ഭയങ്കര ടയേർഡായതുകൊണ്ട് തന്നെ അയാൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ എവിടെയും ഒരു മനുഷ്യനെ പോലും അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നഗരം മുഴുവൻ ശൂന്യമായിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. അവിടെയും ഒരാളെ പോലും അയാൾക്ക് കാണാൻ സാധിച്ചില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ശേഷം നമ്മുടെ ജിൻ TV ഓൺ ചെയ്യുന്നു. ന്യൂസിലെല്ലാം ജുങ്സുവിനെ കുറിച്ചാണ് പറയുന്നത്. തീപിടിച്ച ബിൽഡിങ്ങിൽ നിന്നും ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയതും ഒരു കൊലയാളിയോട് സംസാരിച്ച് അയാളുടെ മനസ്സ് മാറ്റി അയാൾ കൊല ചെയ്യാൻ ശ്രമിച്ച വിക്ടിമിനെ രക്ഷിച്ചതും തുടങ്ങി ജുങ് ചെയ്ത എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വാർത്തയിൽ പറയുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തെപ്പറ്റിയും മിസ്റ്റർ ജുങ് പല വർഷങ്ങളായി ലോകത്തോട് വിളിച്ചു പറയുന്നു. അതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും എന്നും പറഞ്ഞ് ജുങ്ങിനെ ലൈവ് ഇന്റർവ്യൂയിലേക്ക് ക്ഷണിക്കുകയാണ് ന്യൂസ് റിപ്പോർട്ടർ. ദൈവത്തിലൂടെ ഞാൻ അറിഞ്ഞ സന്ദേശമാണ് ഞാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. പാപം ചെയ്യരുത് എന്ന് ദൈവം നമ്മളോട് പലതവണ പറഞ്ഞിരുന്നു. പക്ഷേ പാപിയായ മനുഷ്യൻ അതൊന്നും അനുസരിച്ചില്ല. ഇപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് അതിന്റെ ശിക്ഷകൾ നൽകാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും പാപികളായ നമ്മൾ മനുഷ്യർ തെറ്റ് മനസ്സിലാക്കി തിരുത്തുക തന്നെ വേണം എന്ന് ജുങ് പറയുന്നു. മിസ്റ്റർ ജുങ്, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വ്യക്തമായി. പക്ഷെ ചിലർക്ക് ഇതൊന്നും മനസ്സിലാവണമെന്നില്ലല്ലോ. പലരും അവരുടെ ജീവിതത്തിൽ അവരറിയാതെ തന്നെ പല തെറ്റുകളും പാപങ്ങളും ഒക്കെ ചെയ്തിരിക്കും. അത് എങ്ങനെ കണ്ടെത്താനാവും എന്ന് റിപ്പോർട്ടർ ജുങ്ങിനോട് ചോദിക്കുന്നു. എല്ലാ മനുഷ്യർക്കും ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അത് മറികടന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് അത് പാപമായി മാറുന്നത്. നമ്മുടെ മനസാക്ഷി ഇത് ശരിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രം ആ കാര്യം ചെയ്യുക. ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും തോന്നിയാൽ ആ കാര്യം ചെയ്യരുത് എന്ന് ജുങ് പറയുന്നു. ഇതേസമയം ഡിറ്റക്റ്റീവ് ജിന്നിന് അയാൾ നേരത്തെ ചോദിച്ച CCTV ഫൂട്ടേജ് ലഭിക്കുന്നു. അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ തന്റെ ഭാര്യയുടെ കൊലയാളിയെ ഷോക്കടിപ്പിച്ച് ബോധം കെടുത്തി കൊണ്ടുപോയത് തന്റെ മകളാണെന്ന് ജിന്നിന് മനസ്സിലാവുന്നു. പക്ഷേ ഹീജിങ്ങിന്റെ മുഖം അത്ര വ്യക്തമൊന്നുമല്ല ആ CCTVയിൽ. അതുകൊണ്ട് തന്നെ ജിന്നിനല്ലാതെ മറ്റാർക്കും അവളെ തിരിച്ചറിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. തന്റെ മകളാണിത് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞ അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. ഈ സമയത്താണ് ഇന്റർവ്യൂവിനിടയിൽ ജുങ് തന്റെ ലാപ്ടോപ്പ് ചെറുതായി ചലിപ്പിക്കുന്നത്. അപ്പോ ജിൻ തന്റെ മകളുടെ ടീഷർട്ട് ജുങ്ങിന്റെ മുറിയിൽ കിടക്കുന്നത് കാണുന്നു. ഹീജങ്ങിനെ ജുങ്ങാണ് കടത്തിവെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ജിൻ കാറുമെടുത്ത് ജുങ്ങിന്റെ വീട്ടിലേക്ക് കുതിച്ചു. ഇതേസമയം ആരോഹെഡിന്റെ ഒരു ലൈവാണ് കാണിക്കുന്നത്. അന്നേ ദിവസം പാർക്ക് മരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ദൈവത്തെ വണങ്ങുന്ന സമയത്ത് ലോയർ മിന്നും അവളുടെ അസിസ്റ്റന്റും ദൈവത്തെ വണങ്ങാതെ എഴുന്നേറ്റ് നിൽക്കുന്ന വീഡിയോ ആരോഹെഡ് സ്ട്രീമിലൂടെ പുറത്തുവിടുന്നു. കൺമുന്നിൽ തന്നെ അതിശയം നടന്നിട്ടും ഇവർ രണ്ടുപേരും ദൈവത്തിന്റെ മഹത്വത്തിൽ വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല, ഈ പോലീസുകാരനെ നോക്ക്, ദൈവശിക്ഷ നടപ്പാക്കാൻ വന്ന ദൈവത്തിന്റെ മെസ്സഞ്ചേഴ്സിനെ അയാൾ വെടിവെക്കുന്നു. അതുകൊണ്ട് ഈ 3 പേരും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരല്ല, അവർ നരകത്തിലേക്ക് പോകണം. അവരെ നരകത്തിലേക്ക് അയക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നൊക്കെ ആരോഹെഡ് അയാളുടെ ഫോളോവേഴ്സിനോട് ലൈവ് സ്ട്രീമിങ്ങിലൂടെ ആജ്ഞാപിക്കുന്നു. അതോടുകൂടി അടുത്ത ദിവസമാകുമ്പോഴേക്കും ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞത് മിന്നിന്റെ പേരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കിയ മിൻ അമ്മയെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാനൊരുങ്ങുന്നു. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതിനിടയിലാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പാഴ്സൽ മിൻ ശ്രദ്ധിക്കുന്നത്. അതിനുള്ളിൽ ഒരു ഡോക്യുമെന്റ് ആയിരുന്നു. നമ്മുടെ ജുങ്സുവിന്റെ ഒരു പഴയ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ്. ജുങ്സു 2004 കൊടുത്ത ഇന്റർവ്യൂവിൽ മരണദേവത തന്റെ അവസാന ദിനവും പ്രവചിച്ചതായി ജുങ്സു അന്ന് പറഞ്ഞിരുന്നു. അതിന്റെ വിവരങ്ങളാണ് ആ ഡോക്യുമെന്റിലുള്ളത്. ഉടനെ തന്നെ മിൻ അമ്മയെയും കൂട്ടി കാറുമെടുത്ത് നേരെ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിന് മുന്നിലെത്തി അസിസ്റ്റന്റിനെ കോൾ ചെയ്യുന്നു. ജുങ്സുവിനെ ദൈവം അയച്ചതൊന്നുമല്ല, അയാളും മരിക്കാൻ പോവുകയാണ്, അയാളുടെ മരണദിനവും കുറിക്കപ്പെട്ടു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോയി. ആരോഹെഡിന്റെ ആൾക്കാർ വന്ന് അവരുടെ ഓഫീസ് തല്ലി തകർത്ത് നശിപ്പിച്ചിരിക്കുകയാണ്. ഇത് കണ്ടതോടെ മിൻ അസിസ്റ്റന്റിനോട് നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. ആ സമയം അസിസ്റ്റന്റ് സിറ്റിക്ക് നടുവിൽ ശരീരമാസകലം രക്തമൊലിപ്പിച്ചുകൊണ്ട് വീണ് കിടക്കുകയാണ്. ഈ വിഷയം ഇതോടെ തന്നെ വിട്ടേക്ക്, ഇനി അതിന്റെ പിറകെ പോവരുത്, വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്ന് അസിസ്റ്റന്റ് മിന്നിനോട് പറയുന്നു.
അയാളുടെ തൊട്ടു മുന്നിലായിട്ട് ഒരു ആരോ ചിഹ്നം വരച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അയാൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം അയാളുടെ ആ ദയനീയാവസ്ഥ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നതും കാണാം. അസിസ്റ്റന്റിന്റെ വാക്കുകൾ കേട്ട് പതറിപ്പോയ മിൻ ഓടി താഴേക്കിറങ്ങുന്നു. അപ്പോഴേക്കും മിന്നിന്റെ അമ്മയെ ആരോ ഹെഡിന്റെ കുറെ ഫോളോവേഴ്സായ ചെറുപ്പക്കാർ വന്ന് കാറിൽ നിന്നും വലിച്ച് താഴേക്കിട്ട് ചന്നം ഭിന്നം അടിക്കുകയാണ്. മിൻ ഓടിച്ചെന്ന് അവരെ തടയാൻ ശ്രമിക്കുന്നു. അവക്കും കിട്ടുന്നു കുറെ അടി. അതിനിടയിൽ ഒരുത്തൻ ആ അമ്മയുടെ തലയിൽ തന്നെ ഇരുമ്പ് റോഡ് വെച്ച് ഒരൊറ്റയടി. അതോടെ ആ അമ്മ ബോധം കെട്ട് വീഴുന്നു. ഉടനെ തന്നെ ആ പിള്ളേരെല്ലാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ശേഷം മിൻ അമ്മയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. മിന്നിനെ കണ്ട ആശുപത്രിയിലെ ആൾക്കാരെല്ലാം എന്തൊക്കെയോ അടക്കം പറയുന്നു. ഇത് കണ്ട് മിൻ ഫോൺ ഓൺ ചെയ്ത് ലേറ്റസ്റ്റ് ന്യൂസ് കാണുന്നു. അതിൽ ആരോ ഹെഡിന്റെ പുതിയ ലൈവ് വീഡിയോയെ പറ്റി പറയുന്നു. മിന്നിനെ ആൾക്കാർ ചേർന്ന് അടിച്ചു കൂട്ടുന്ന വീഡിയോയാണ് ഇത്തവണ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാവം മിൻ ഭയത്തോടുകൂടി അമ്മയെ കാണുന്നതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് റൂമിലേക്ക് പോകുന്നു. പാവം അമ്മ ആ നീചരുടെ അടിയേറ്റ് മരണപ്പെട്ടിരുന്നു. മിൻ അമ്മയുടെ ഷൂസ് എല്ലാം ഊരി മാറ്റി അവസാനമായി അവരെ ഒരു നോക്ക് കണ്ട് വളരെ വിഷമത്തോടെ അവിടെ നിന്നും നടന്നകലുകയാണ്. ഇതേ സമയം നമ്മുടെ ഡിറ്റക്റ്റീവ് ജിൻ തന്റെ മകളെയും അന്വേഷിച്ച് ജുങ്സുവിന്റെ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ജുങ്സുവിനെ ദൈവമായി ആരാധിക്കുന്ന ആൾക്കാരൊക്കെ ജിന്നിനെ കണ്ട ഉടനെ തന്നെ ജിന്നിനെ ആക്രമിക്കാൻ തുടങ്ങി. ഞാനൊരു പോലീസുകാരനാണ്, മര്യാദക്ക് കൈയെടുക്കാൻ നോക്ക് എന്നും പറഞ്ഞ് അവരെയെല്ലാം വിരട്ടി നമ്മുടെ ജിൻ ജുങ്സുവിന്റെ ഓഫീസിനുള്ളിലേക്ക് കയറി പോകുന്നു. ജുങ്സുവിന്റെ മുറിക്ക് വെളിയിലും ഒരുപാട് പേരുണ്ടായിരുന്നു. അവരും ജിന്നിനെ ആക്രമിക്കാൻ തുടങ്ങി. ഒടുവിൽ ജിൻ ആ ഓഫീസിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറുന്നു. അതിനുള്ളിൽ ജുങ്സു ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ജിൻ അവിടെ നിന്നും തിരിച്ചിറങ്ങി പുറത്തേക്ക് വരുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ജിന്നിനെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. കന്നം പിന്നം ചന്നം പിന്നെ അടിയോടടി. ആ സമയത്ത് ജുങ്സുവിന്റെ വീഡിയോ കോള് ജിന്നിന് വരുന്നു. അത് കണ്ടതോടെ നാട്ടുകാരെല്ലാം ജിന്നിനെ അടിക്കുന്നത് നിർത്തുന്നു. ഉടനെ തന്നെ ജിൻ ഫോൺ എടുത്ത് കാറിലേക്ക് പോകുന്നു. എന്റെ മകളെവിടാ എന്ന് ജുങ്സുവിനോട് അവൻ അലറുന്നു. ഉടനെ തന്നെ ജുൻസു പറയും, ഞാനൊരു അഡ്രസ്സ് തരാം, നീ അങ്ങോട്ടേക്ക് വാ, നിന്റെ മകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ അവിടെ വെച്ച് തരാം. അത് കേട്ട ഉടനെ തന്നെ ജിൻ ജുങ്സു പറഞ്ഞ അഡ്രസ്സിലേക്ക് പോകുന്നു. ഇതേ സമയം നമ്മുടെ മിന്നും മറ്റൊരു അഡ്രസ്സിലേക്ക് പോവുകയാണ്. അവൾക്കൊരു ഡോക്യുമെന്റ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു അഡ്രസ്സ് എഴുതിയിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ മിൻ പോകുന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ കിം എന്ന് പറഞ്ഞൊരു വ്യക്തി ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞ് അവളെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ശേഷം 2004 കിം ജുങ്സുവിനെ ഇന്റർവ്യൂ ചെയ്ത ഓഡിയോ മിന്നിനെ കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇതേ സമയം നമ്മുടെ ജിൻ ജുങ്സുവിന്റെ അടുത്തെത്തുന്നു. എന്റെ മകളെവിടാ എന്ന് ജിൻ ജുങ്സുവിനോട് ചോദിക്കുന്നു. ഏഞ്ചൽ എന്റെയും മരണനിരം കുറിച്ചിരിക്കുകയാണ്. ഇനി ഒരു 10 നിമിഷത്തിനുള്ളിൽ ഞാനും മരിക്കും. അതിനു മുമ്പ് ഞാൻ പറയുന്നതെല്ലാം വ്യക്തമായി കേട്ടാൽ നിന്റെ മകൾ എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം എന്ന് ജുങ്സു ജിന്നിനോട് പറയുന്നു. എന്നിട്ട് ചോദിക്കും, നീ എന്താ ഞാൻ എന്ത് പാവമാണ് ചെയ്തതെന്ന് ചോദിക്കാത്തത്? എന്താ വല്ല പേനയോ പെൻസിലോ മോഷ്ടിച്ചോ ഒന്നും ആയിരിക്കില്ലല്ലോ, വലിയ എന്തോ തെറ്റ് തന്നെ ആയിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക എന്ന് ജിൻ ജുങ്സുവിനോട് പറയുന്നു. അത് കേട്ട് ജുങ്സു ചിരിച്ചുകൊണ്ട് പറയും, 20 വർഷങ്ങൾക്ക് മുമ്പ് മരണദേവത എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ മരിക്കാൻ പോകുന്ന ദിവസവും സമയവും പറഞ്ഞ് അത് അപ്രത്യക്ഷമായി എന്ന് ജുങ്സു ജിന്നിനോട് പറയുന്നു. ഇതേ സമയം മറുവശത്ത് മിൻ ആ ഓഡിയോ പ്ലേ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിലും ഇതേ കാര്യം തന്നെയാണ് ജുങ്സു പറഞ്ഞിരിക്കുന്നത്. ആ ഓഡിയോ കേട്ട ശേഷം ഈ ഓഡിയോയുടെ ഒരു കോപ്പി എനിക്ക് തരാൻ സാധിക്കുമോ എന്ന് മിൻ കിമ്മിനോട് ചോദിക്കുന്നു. ഉടനെ തന്നെ കിം ചിരിച്ചുകൊണ്ട് ആ ഓഡിയോ ഫയല് പെർമനന്റ് ഡിലീറ്റ് ചെയ്യുന്നു. അത് കണ്ട് മിൻ എന്താണ് സംഭവമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. വീണ്ടും ജിന്നിനെയും ജുങ്സുവിനെയും കാണിക്കുന്നു. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് തെറ്റാണ് ഡിറ്റക്റ്റീവ്. ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരു പാപം പോലും ചെയ്തിട്ടില്ല. എന്നിട്ടും ദൈവം എൻ്റെ ദിവസം കുറിച്ചു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് അതെല്ലാം എൻ്റെ തോന്നലുകൾ മാത്രമാണ് എന്നായിരുന്നു. പക്ഷെ പിന്നീട് ഇതെല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതുപോലെ ആർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നറിയാൻ ഞാൻ അന്വേഷണങ്ങൾ തുടങ്ങി. 10 വർഷം ഞാൻ ശ്രമിച്ചിട്ടും ദൈവം എന്തിനാണ് എൻ്റെ അന്ത്യദിവസം എന്നെ അറിയിച്ചത് എന്നുള്ള കാര്യം എനിക്ക് കണ്ടെത്താനായില്ല. ഇന്ന് വരെയുള്ള ഓരോ സെക്കൻഡിലും ഞാൻ മരണഭയത്തോടു കൂടിയാണ് ജീവിച്ചത്. ഈ മരണഭയം മറ്റുള്ളവരുടെ ഉള്ളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരൊരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ ചിന്തിച്ചു. അതിനുവേണ്ടിയാണ് ദൈവം തെറ്റ് ചെയ്യുന്നവരെ മാത്രമാണ് കൊല ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആ വാർത്ത ഞാൻ പ്രചരിപ്പിച്ചത്. അത് മറ്റുള്ളവർ വിശ്വസിക്കുന്നതിന് വേണ്ടിയുള്ള കുറെ കാര്യങ്ങളും ഞാൻ ചെയ്തു. ഈ ഭയം ഈ ലോകം തന്നെ മാറ്റിമറിക്കും. ഇനി ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്തവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡിറ്റക്റ്റീവ്. നിങ്ങൾക്ക് അത് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും എന്നും പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ ജുങ്സു അവിടെ നിന്ന് ചിരിക്കുന്നു. മറുവശത്ത് ആ കിം മിന്നിനോട് പറയും, മിസ്റ്റർ ജുങ്സു എന്നെ ന്യൂ ട്രൂത്ത് കൾട്ടിന്റെ പുതിയ ചെയർമാനാക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യുപകാരമായിട്ട് ഈ ഓഡിയോ മറ്റൊരാൾക്കും കിട്ടരുതെന്നും നിന്നെ കൊല്ലണമെന്നും എന്നോട് പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വരുത്തിച്ചത്. അത് കേട്ട് ഭയന്ന മീൻ കിമ്മിനെ തള്ളി മാറ്റി അവിടെ നിന്നും പുറത്തേക്ക് ഓടുന്നു. പക്ഷെ അവൾക്ക് രക്ഷപ്പെടാനായില്ല. അവിടെ മുഴുവൻ ആരോ ഹെഡിന്റെ ആൾക്കാർ വളഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും കൂടി മിന്നിനെ എടുത്തിട്ടലക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് വീണ്ടും ജിന്നിനെയും ജുങ്സുവിനെയും കാണിക്കുന്നു. നിന്റെ മകൾ ഇപ്പോ നിന്റെ വീട്ടിൽ തന്നെയുണ്ട്. നീ നിന്റെ മകളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ 2 ഓപ്ഷൻസ് തരാം. എനിക്കിനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഡിമോ
ഡിമോൺസ് എന്നെ കൊല്ലുന്നത് വീഡിയോ എടുത്ത് നിനക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാം. എന്റെ വാദങ്ങളെല്ലാം തെറ്റാണ്, ഞാൻ ഒരു ചതിയനാണ്. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ നിന്റെ മകളെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. നിന്റെ ഭാര്യയുടെ കൊലയാളിയെ ഇല്ലാതാക്കിയതിന്, അതിന് എന്റെ കൂടെ നിന്നതിന്. അങ്ങനെ അല്ലെങ്കിൽ എന്റെ മരണത്തെക്കുറിച്ച് നീ ഒരാളോടും പറയരുത്. പാപം ചെയ്തവരെ മാത്രമാണ് ഡിമോൺസ് കൊല്ലുന്നത് എന്നുള്ള വിശ്വാസത്തോടെ ജനങ്ങളെല്ലാം തെറ്റ് ചെയ്യാതെ ജീവിച്ചോളും. അത് ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കും എന്ന് ജുൻസു പറയുന്നു. ജിന്നിന് മറ്റൊരു വഴിയുമില്ലല്ലോ, മകളെ അറസ്റ്റ് ചെയ്യാൻ അയാൾക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജുൻസുവിന്റെ രണ്ടാമത്തെ ഓപ്ഷനാണ് അയാൾ തെരഞ്ഞെടുക്കുന്നത്. അപ്പോഴേക്കും ഡെമോൺസ് എല്ലാം അവിടേക്ക് എത്തുന്നു. ജുങ്സുവിന്റെ മരണം നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ജിന്നിന് സാധിച്ചുള്ളൂ. മറുവശത്ത് മിന്നാവട്ടെ ചലനമറ്റ് ഒരു കുളക്കരയിൽ കിടക്കുകയാണ്. അവൾക്ക് ജീവനുണ്ടോ മരിച്ചോ എന്ന് പോലും വ്യക്തമല്ല. എല്ലാം അറിയാവുന്ന ജിന്നാവട്ടെ ആരോടും ഒന്നും പറയാൻ പറ്റാതെ വിഷമിക്കുകയാണ്. അയാൾ വീട്ടിലേക്ക് വന്ന് തന്റെ മകളോടൊപ്പം ഒരു സാധാരണ ജീവിതം നയിക്കാൻ തയ്യാറാവുകയാണ്. അതോടുകൂടി എപ്പിസോഡ് 3 അവസാനിക്കുന്നു. 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് കാണിക്കുന്നത്. എല്ലാവർക്കും മുന്നിൽ വെച്ച് നടന്ന പാർക്കിന്റെ മരണം, അതിനുശേഷം മരണപ്പെട്ട പാപികളായ മനുഷ്യർ, അതുപോലെ തന്നെ ഏഞ്ചൽസ് വന്ന് മരണസമയം പറഞ്ഞ ചില ആൾക്കാർ ഈ ഡിമോൺസിന്റെ കയ്യിൽ നിന്ന് മരിക്കുന്നത് ഭയന്ന് ആത്മഹത്യ ചെയ്തവരുണ്ട്. അവരുടെ ആത്മാവിനെ ഈ ഡിമോൺസ് വന്ന് ശിക്ഷിക്കുന്നതായും കാണിക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കാണിച്ച് നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാലും ഒരു കാരണവശാലും നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ സാധിക്കുകയില്ല. ജുങ്സു പറഞ്ഞതുപോലെ ഇനിയെങ്കിലും തെറ്റ് തിരിച്ചറിഞ്ഞ് നന്മയുള്ള മനുഷ്യരായി ജീവിക്കാൻ നോക്ക് എന്നുള്ളതാണ് അഡ്വർടൈസ്മെന്റ്. ഇത് ആരാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ട്രൂത്ത് കൾട്ടിന്റെ പുതിയ ചെയർമാൻ കിം. ഇപ്പോൾ ന്യൂ ട്രൂത്ത് കൾട്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വളരെയധികം വളർന്നിരിക്കുന്നു. അവരുടെ ഓഫീസിന് മുന്നിൽ തന്നെ നരകത്തിലെ ആ ആരാച്ചാറുമാർക്കുള്ള, അതായത് ഈ ആൾക്കാരെയൊക്കെ കൊല്ലുന്ന ഭീകര സത്വങ്ങളിലെ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഭീകര ജീവികളെ ദൈവത്തിന്റെ മെസ്സഞ്ചേഴ്സായി കണ്ട് എല്ലാവരും ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പരസ്യത്തിലൂടെ കുറച്ചുപേർ അവരുടെ തെറ്റ് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നതായും കാണാം. ഇങ്ങനൊരു പരസ്യം എന്തിനാണെന്നറിയോ? ന്യൂ ട്രൂത്ത് കൾട്ടിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുകയാണ് ഈ പരസ്യങ്ങളുടെ ലക്ഷ്യം. ഈ പരസ്യം കണ്ട് അത് അപ്രൂവ് ചെയ്യാൻ വന്ന ന്യൂ ട്രൂത്തിലെ ഡിക്കോൺസ് പറയും, ഈ പരസ്യത്തിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റണം. പാപികളായ മനുഷ്യരുടെ ഇമോഷൻസ് ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. അവരെ കാണുമ്പോൾ ജനത്തിന് സഹതാപം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെന്റിമെന്റലാണ്, അതും മാറ്റണം. ഉടനെ ആഡ് ക്രിയേറ്ററായ ബേ യൂങ് ജെ പറയും, നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങൾ ഈ ആഡ് പരമാവധി ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും വളരെ തെറ്റായ രീതിയിലാണ് പ്രചരിക്കപ്പെടുന്നത്. പാപികളെന്നും പറഞ്ഞ് ആരോഹെഡ് സംഘടന ജനങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുകയാണ്. സ്വന്തം കുഞ്ഞ് അച്ഛനെ പാപിയെന്ന് വിളിക്കുന്നു എന്നൊക്കെ ബേ വിളിച്ചു പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ബേയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ജൂവൺ എന്നയാള് വളരെയധികം ടെൻഷനോടുകൂടി ബേയോട് ഇതൊക്കെ നിർത്താൻ ആവശ്യപ്പെടുന്നു. ഉടനെ ആഡ് കമ്പനിയുടെ MDയും ന്യൂ ട്രൂത്ത് പറഞ്ഞതുപോലെ മാറ്റങ്ങൾ വരുത്തി വീഡിയോ ഉടനെ തയ്യാറാക്കണമെന്നും പറഞ്ഞ് ബേയോട് ദേഷ്യപ്പെടുന്നു. ഇന്ന് തന്നെ അത് പൂർത്തിയാക്കണമെന്നും പറഞ്ഞ് MD പോകുന്നു. പാവം ബേ, അവനൊരു കുഞ്ഞ് പിറന്നിരിക്കുകയാണ്. അതിനെ കാണാൻ പോകാൻ പോലും സാധിച്ചിട്ടില്ല ഇതുവരെ ബേക്ക്. വേറെ വഴിയൊന്നുമില്ലാതെ ബേ തന്റെ ഭാര്യയെ വിളിച്ച് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ സാധിക്കില്ലെന്നും അത്യാവശ്യമായി തീർക്കേണ്ട ജോലിയുണ്ടെന്നും പറയുന്നു. വിഷമത്തോടെയാണെങ്കിലും ഭാര്യ അതിന് സമ്മതിക്കുന്നു. ശേഷം ബേ ജൂവനെ കാണുന്നതിന് വേണ്ടിയിട്ട് അവന്റെ ടേബിളിനടുത്തേക്ക് പോകുന്നു. അവിടെ അയാൾ ഉണ്ടായിരുന്നില്ല. ജൂവന്റെ ടേബിളിന് പുറത്ത് ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു. ബേ അതെടുത്ത് നോക്കുമ്പോഴേക്കും ജൂവൻ അങ്ങോട്ടേക്ക് എത്തി. ജോ ആ വിസിറ്റിംഗ് കാർഡ് വാങ്ങി അവന്റെ കീശയിലേക്ക് വയ്ക്കുന്നു. സോറിടാ, ഇന്നെനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്യാവശ്യമായിട്ട് തീർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, നീ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യണമെന്നും പറഞ്ഞ് ജോ അവിടെ നിന്നും പോകുന്നു. എന്റെ കുഞ്ഞിനെ പോലും കാണാൻ പോവാതെ ഞാനിവിടെ കഷ്ടപ്പെടുമ്പോൾ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ എന്നും പറഞ്ഞ് ബേ ദേഷ്യപ്പെടുന്നു. ഇപ്പോൾ ബേയുടെ ഭാര്യ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഭർത്താവിനെ കാണിക്കണമല്ലോ, അതുകൊണ്ട് കുഞ്ഞിന്റെ ഒരു വീഡിയോ എടുത്ത് ഭർത്താവിനെ അയക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അതേസമയം മരണം പ്രവചിക്കുന്ന ഏഞ്ചൽ ബേയുടെ കുഞ്ഞിന് സമീപം പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ആ പിഞ്ചു കുഞ്ഞിനോട് പറയും, ഇന്നേക്ക് 3-ാം ദിവസം രാവിലെ 9:30 നീ മരണപ്പെടും എന്നും പറഞ്ഞ് അപ്രത്യക്ഷമാവുന്നു. ഇത് കണ്ടു നിന്ന ബേയുടെ ഭാര്യയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ആ സീൻ കട്ട് ചെയ്ത് ബേയെ കാണിക്കുന്നു. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബേ അന്ന് തന്നെ വീഡിയോ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ രാവിലെ ഒന്നാക്കാൻ നിൽക്കേണ്ട, രാത്രി തന്നെ കുഞ്ഞിനെയും ഭാര്യയെയും കാണാമെന്നും പറഞ്ഞ് അയാൾ രാത്രി തന്നെ ഓഫീസിൽ നിന്നും തിരിക്കുന്നു. ആ സമയത്ത് ബേക്ക് ജോയുടെ ഭാര്യയുടെ കോൾ വരുന്നു. ഇത്രയും നേരമായിട്ടും ജോ വീട്ടിലെത്തിയിട്ടില്ലെന്നും മാത്രമല്ല 2-3 ദിവസമായി അദ്ദേഹം നല്ല ടെൻഷനിലായിരുന്നു എന്നും ചോദിച്ചിട്ട് എന്താണ് കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നും ജോയുടെ ഭാര്യ ബേയോട് പറയുന്നു. എവിടെ വെച്ചെങ്കിലും അദ്ദേഹത്തെ കണ്ടാൽ ഉടൻ തന്നെ വീട്ടിലേക്ക് വരാൻ പറയണേ എന്നും ഭാര്യ ബേയോട് പറയുന്നു. ശരി, തീർച്ചയായും ഞാൻ അവനെ കണ്ട അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് ബേ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോഴാണ് ജോയുടെ മേശയ്ക്ക് മുകളിൽ രാവിലെ ഒരു വിസിറ്റിംഗ് കാർഡ് കണ്ട കാര്യം ബേ ഓർക്കുന്നത്. അതിന് പിന്നിലായിട്ട് ഒരു തടാകത്തിന്റെ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ബേ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ആരോഹെഡിന്റെ ഫോളോവേഴ്സ് ബേയെ വഴിയിൽ തടഞ്ഞ് ചെറിയ കശപിച്ചയൊക്കെ ഉണ്ടാവുന്നു. നീ ആ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വരാൻ എന്നൊക്കെ പറഞ്ഞ് ആരോഹെഡ്
ആരോഹെഡിന്റെ ആൾക്കാർ ബേയോട് ചൂടാവുന്നു. ഞാൻ പ്രസ് റിപ്പോർട്ടർ ആണെന്നും എനിക്ക് ഒരു ഷൂട്ടിംഗ് സ്പോട്ട് നോക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നും ഒക്കെ ബേ അവരോട് പറയുന്നു. അങ്ങനെ അവരോട് പെർമിഷൻ വാങ്ങിയ ശേഷം ബേ ആ ലൊക്കേഷനിലേക്ക് പോകുന്നു. അവിടെ ജോ ഇരിപ്പുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ആ തടാകത്തിലേക്ക് നോക്കിയാണ് അയാൾ ഇരിക്കുന്നത്. ബേയെ കണ്ട ഉടനെ തന്നെ അയാൾ തടാകത്തിലേക്ക് എടുത്തു ചാടി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ബേ പിന്നാലെ തന്നെ പോയി അവനെ പിടിച്ചിട്ട് നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ, എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ജോയോട് ചൂടാവുന്നു. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ഏഞ്ചൽ എന്റെയും മരണദിവസം കുറിച്ചിരിക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഞാനും മരണപ്പെടും. എന്റെ മരണം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫാമിലിയെ ആരോഹെഡിന്റെ ആൾക്കാർ വെറുതെ വിടില്ല. ഒരു പാപിയുടെ കുടുംബം എന്നും പറഞ്ഞ് അവരെ എല്ലാരെയും ദ്രോഹിക്കും. യോങ്ജെ, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം. നീ എന്നെ കണ്ട വിവരം ഒരാളോടും പറയരുത്. ഞാൻ സോഡോ കമ്പനിയോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മരിച്ച ഉടനെ തന്നെ എന്റെ ബോഡി ആരും അറിയാതെ അവർ ഡിസ്പോസ് ചെയ്യും. ആരോഹെഡിനും ഫോളോവേഴ്സിനും ഒരിക്കലും എന്റെ ബോഡിയോ മരിച്ചത് ആരാണെന്നോ കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എന്റെ കുടുംബം സേഫ് ആയിരിക്കും. എന്റെ മരണവിവരം പോലും നീ ആരോടും പറയരുത് എന്ന് ജോ ബേയോട് കരഞ്ഞുകൊണ്ട് പറയുന്നു. ജോയുടെ മരണം ഞെട്ടലോടെ നോക്കി നിൽക്കാനേ ബേക്ക് സാധിച്ചുള്ളൂ. അല്പസമയത്തിനുള്ളിൽ തന്നെ സോഡോ കമ്പനിയുടെ ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തുന്നു. ജോയുടെ കത്തിക്കരിഞ്ഞ ശവശരീരത്തിന്റെ ബാക്കിയുള്ള അവശിഷ്ടവും എടുത്ത് സോഡോ കമ്പനി അവിടെ നിന്നും പുറപ്പെടുന്നു. അതോടൊപ്പം തന്നെ അതിനെല്ലാം സാക്ഷിയായി നിന്നിരുന്ന ബേയെ വലിച്ചിഴച്ച് അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ബേ മുമ്പ് ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്ന ഒരു പ്രൊഫസർ അവരുടെ നേതാവായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഈ വിവരങ്ങളൊന്നും നിങ്ങൾ ഒരാളോടും പറയരുത് എന്ന് പ്രൊഫസർ ബേയോട് പറയുന്നു. അതോടൊപ്പം തന്നെ സോഡോ കമ്പനിയുടെ ആൾക്കാർ മയക്കുമരുന്ന് കുത്തിവെച്ച് ബേയെ ബോധം കെടുത്തുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ മരിച്ചുപോയി എന്ന് കരുതിയ ലോയർ മിന്നുണ്ടല്ലോ, പുള്ളിക്കാരിയും ആ സംഘത്തോടൊപ്പം അവിടെയുണ്ട്. ഇവരുടെ എല്ലാം ഹെഡ് പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു. ഇപ്പോ പ്രൊഫസർ വന്നിട്ട് മിന്നിനോട് പറയും, ബേയെ പുറത്തുവിടുന്നത് സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നടന്ന കാര്യങ്ങളെല്ലാം ഇവൻ ഒരു പക്ഷെ ന്യൂട്രൂത്തിനോട് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിൻ പറയും, അവനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അവന്റെ നീക്കങ്ങളെല്ലാം ഒന്ന് വാച്ച് ചെയ്തോളൂ എന്നും പറഞ്ഞിട്ട് മിൻ അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം ബോധം വന്നപ്പോൾ ബേ അവന്റെ കാറിൽ തന്നെയാണുള്ളത്. ഭാര്യയും കുഞ്ഞിനെയും കാണുന്നതിന് വേണ്ടി ഉടനെ തന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആശുപത്രിയിൽ വെച്ച് ഭാര്യ താനെടുത്ത വീഡിയോ ബേയെ കാണിക്കുന്നു. അത് കണ്ട് ബേ ആകെ ഞെട്ടിത്തരിച്ചുപോയി. എന്റെ കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ ജനിച്ചിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല, അവനെന്തിന് നരകത്തിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ബേയുടെ ഭാര്യ കരയാൻ തുടങ്ങി. ശേഷം ബേ ചെന്ന് വെന്റിലേഷൻ റൂമിലുള്ള തന്റെ കുഞ്ഞിനെ കാണുന്നു. അയാൾക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സീൻ അവിടെ കട്ട് ചെയ്ത് ന്യൂട്രൂത്തിലെ ആ കണ്ണടക്കാരനുണ്ടായിരുന്നല്ലോ അവനെ കാണിക്കുന്നു. ഇന്നലെ ജോ മരിച്ച ആ ലേക്ക് കുറെ പോലീസുകാരുടെ സഹായത്തോടുകൂടി സെർച്ച് ചെയ്യുകയാണ് അയാൾ. പക്ഷെ അവർക്ക് ഒരു തെളിവും അവിടെ നിന്ന് ലഭിച്ചില്ല. പോലീസുകാർ തെരച്ചിലൊക്കെ മതിയാക്കി അവിടെ നിന്ന് പോകുമ്പോൾ ആ കണ്ണാടിക്കാരന് സോഡോ കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡ് നിലത്ത് വീണ രീതിയിൽ കിട്ടുന്നുണ്ട്. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ബേയാണ് വീണ്ടും കാണിക്കുന്നത്. അവൻ ഓഫീസിലിരുന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്നലെ ജോ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അതോടെ അവൻ വേഗം സോഡോ കമ്പനിയെക്കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്യുന്നു. ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ അവർ ഒരുപാട് സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സീൻ കട്ട് ചെയ്ത് വീണ്ടും ന്യൂട്രൂത്ത് കൾട്ടിന്റെ ആ കണ്ണടക്കാരനെ കാണിക്കുന്നു. ഏഞ്ചൽ മരണദിവസം കുറിച്ച ഒരു പാപിയുടെ വീട്ടിലേക്ക് അയാൾ പോവുകയാണ്. അവിടെയും സോഡോ കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡ് അവൻ കാണുന്നു. ഉടനെ തന്നെ ഈ വിസിറ്റിംഗ് കാർഡ് നിങ്ങൾക്ക് ആരാണ് തന്നത് എന്ന് അയാളോട് ആ കണ്ണടക്കാരൻ ചോദിക്കുന്നു. എന്റെ മരണദിവസം ഏഞ്ചൽ വന്ന് പറഞ്ഞതിന് ശേഷം ആ കമ്പനിക്കാർ എന്റെ അടുത്ത് വന്ന് നിങ്ങളുടെ മരണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റാരും അറിയരുത്, പ്രത്യേകിച്ച് ന്യൂട്രൂത്ത് കൾട്ട്, അത് ആരും അറിയാതിരിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾക്ക് അത് ആവശ്യമാണെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഈ വിസിറ്റിംഗ് കാർഡ് വെച്ചിട്ട് പോയതാണ് എന്ന് അയാൾ കണ്ണടക്കാരനോട് പറയുന്നു. ഇതേസമയം നമ്മുടെ ബേ താൻ ഇന്റർവ്യൂ ചെയ്തിരുന്ന ആ പ്രൊഫസർ ഉണ്ടായിരുന്നല്ലോ, അയാളുടെ അഡ്രസ്സ് ഓഫീസിൽ നിന്ന് തപ്പിയെടുത്ത് അയാളെ അന്വേഷിച്ചു പോവുകയാണ്. ബേ ഇങ്ങനെ അയാളെ അന്വേഷിച്ചു പോകുന്ന വിവരം ബേയെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന മിന്നിന്റെ ചിങ്കിടി ആരെയോ വിളിച്ച് പറയുന്നതായി കാണിച്ചുകൊണ്ട് ആ സീൻ കട്ട് ചെയ്യുന്നു. തുടർന്ന് ന്യൂട്രൂത്തിന്റെ ചെയർമാൻ കിമ്മിനെയാണ് കാണിക്കുന്നത്. മുൻപ് പാർക്കിന്റെ മരണം ബ്രോഡ്കാസ്റ്റ് ചെയ്തതുപോലെ അടുത്ത വ്യക്തിയുടെ മരണം ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ന്യൂട്രൂത്ത്. തെറ്റ് ചെയ്തിട്ട് ദൈവത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിയോ? പാപത്തിന്റെ ഫലം മരണമാണ് എന്ന് കിം ആ വ്യക്തിയോട് പറയുന്നു. ശേഷം ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മോൺസ്റ്റേഴ്സ് അവിടെ എത്തി ആ വ്യക്തിയെ വളരെ ക്രൂരമായി കൊല്ലുന്നു. എന്നിട്ട് അവിടെ നിന്നും അപ്രത്യക്ഷമാവുന്നു. ശേഷം കിം ആ അവശിഷ്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് വീണ്ടും പ്രസംഗിക്കുന്നു. പാപം ചെയ്താൽ നിങ്ങളുടെ അന്ത്യവും ഇതുപോലെ ക്രൂരമായിരിക്കും, ദൈവത്തിന്റെ മഹിമകളിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പുലമ്പുകയാണ് കിം. മറുവശത്ത് നമ്മുടെ ബേ ആ പ്രൊഫസറുടെ അടുത്ത് ചെന്ന് തന്റെ ഭാര്യ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ന്യൂട്രൂത്തും ആരോഹെഡും പറയുന്നത് പ്രകാരം തെറ്റ് ചെയ്തവരെയാണ് ദൈവം ഇതുപോലെ ശിക്ഷിക്കുന്നത്. ജനിച്ചിട്ട് വെറും 2 ദിവസം മാത്രമായ എന്റെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ശിക്ഷ എന്ന് ബേ പ്രൊഫസറോട് ചോദിക്കുന്നു. ഈ ന്യൂട്രൂത്തും ആരോഹെഡും ഒക്കെ പറയുന്നത് നുണയാണ്. ദൈവം എങ്ങനെയാണ് ഇതുപോലെ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ അതെന്തായാലും ന്യൂട്രൂത്തും ആരോഹെഡും പറയുന്നത് പോലെ തെറ്റ് ചെയ്തവരെ മാത്രമല്ല, അത് ആര് വേണമെങ്കിലും ആകാം. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് ഉൾപ്പെട്ടതുപോലെ അതെന്ത്
എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പക്കൽ അതിനുള്ള ഉത്തരമില്ല. പക്ഷെ ഇങ്ങനെ സംഭവിച്ചത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കുഞ്ഞിന് സംഭവിക്കുന്നത് നമ്മൾ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ പിന്നെ ജനങ്ങൾ ന്യൂട്രൂത്തും ആരോഹെഡും പറയുന്നത് ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് ആ പ്രൊഫസർ ബേയോട് പറയുന്നു. ഇത് കേട്ട് ബേയ്ക്ക് ദേഷ്യം വരുന്നു. എന്തെങ്കിലും സഹായം ലഭിക്കുമെന്ന് കരുതി തന്റെ അടുത്ത് വന്ന ഞാനാണ് മണ്ടൻ. എന്റെ കുഞ്ഞിന്റെ ജീവൻ നിനക്കൊക്കെ കളിപ്പാട്ടം പോലെയാണല്ലേ, ലൈവ് ചെയ്യണം പോലും എന്നൊക്കെ ദേഷ്യപ്പെട്ട് ബേ അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോൾ ലോയർ മിൻ അവിടേക്ക് വരുന്നു. എന്നിട്ട് അവരുടെ കമ്പനി വിസിറ്റിംഗ് കാർഡ് ബേയ്ക്ക് നൽകുന്നു. ഒരുപക്ഷെ പിന്നീട് വരണമെന്ന് തോന്നിയാൽ ഇത് ഉപകരിക്കും എന്നും പറഞ്ഞ് കാർഡ് ബേയ്ക്ക് കൊടുക്കുന്നു. ഇതേസമയം ന്യൂട്രൂത്ത് കൾട്ടിന്റെ ചെയർമാനും സോഡോ കമ്പനിയെ പറ്റി വിവരങ്ങൾ ലഭിക്കുന്നു. ആ കണ്ണാടിക്കാരനാണ് കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡ് ഏഞ്ചൽ മരണദിവസം കുറിച്ചവരുടെ വീട്ടിൽ അവർ കൊണ്ടുചെന്ന് കൊടുക്കുന്നുണ്ടെന്ന് കിമ്മിനോട് പറയുന്നത്. ഉടനെ തന്നെ കിം സോഡോ കമ്പനിയെയും അതിന്റെ പിന്നിലുള്ള ആൾക്കാരെയും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി ഇല്ലാതാക്കണം, ഇല്ലെങ്കിൽ അത് ന്യൂട്രൂത്ത് കൾട്ടിന് ആപത്താണ് എന്ന് മറ്റുള്ളവരോടായി പറയുന്നു. ഉടനെ തന്നെ ആ കണ്ണടക്കാരനും വേറെ കുറച്ചുപേരും കൂടി കമ്പനിയെ പറ്റി കണ്ടെത്തുന്നതിനായി പുറപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആരോഹെഡ് സംഘത്തെയും ഇക്കാര്യം അറിയിക്കുന്നു. അങ്ങനെ പോലീസുകാർ വഴിയും മറ്റ് പലരിലൂടെയും അന്വേഷിച്ച് സോഡോ കമ്പനിയുമായി ബന്ധമുള്ള ഒരാളെ കണ്ടുപിടിക്കുന്നു. ആരോഹെഡ് സംഘം അയാളെയും ഭാര്യയെയും ബന്ദിയാക്കി ചിത്രവധം ചെയ്യുന്നു. ഇതേസമയം ലോയർ മിന്നും പ്രൊഫസറും കൂടി ബേയെ ലൈവ് ടെലികാസ്റ്റിന് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെന്തൊക്കെ പറഞ്ഞിട്ടും ബേ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ മിൻ പറയും, നിങ്ങളുടെ കുഞ്ഞിന്റെ വിവരം ഒരിക്കലും ന്യൂട്രൂത്തോ ആരോഹെഡോ അറിയരുത്. അവരതറിഞ്ഞാൽ അവരുടെ വാദങ്ങൾ പൊളിയാതിരിക്കാൻ നിങ്ങളെയും കുടുംബത്തെയും അവർ ഇല്ലാതാക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് മിൻ ബേയോട് പറയുന്നു. മറുവശത്ത് ആരോഹെഡ് സംഘം അവർ പിടിച്ചുവെച്ചിരുന്ന ആളെയും അയാളുടെ ഭാര്യയെയും ടോർച്ചർ ചെയ്ത് പ്രൊഫസറുടെ പേര് മനസ്സിലാക്കുന്നു. ഇതേസമയം പ്രൊഫസർ ബേയോട് തന്റെ പഴയ കഥകളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ ജനിച്ച കുഞ്ഞ് നിങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെയായിരുന്നു എനിക്ക് എന്റെ മകളും. അവളായിരുന്നു എന്റെ ലോകം. ഒരിക്കൽ ഞാനും അവളും കാറിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് മരണദേവത പ്രത്യക്ഷപ്പെട്ട് എന്റെ മകളെ നോക്കി അല്പസമയത്തിനുള്ളിൽ നീ മരണപ്പെടുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ മോൺസ്റ്റേഴ്സ് ഞങ്ങളുടെ അടുത്തേക്കെത്തി. അതുകൊണ്ട് പേടിച്ച് കൺട്രോൾ നഷ്ടപ്പെട്ട് ഞങ്ങളുടെ കാർ ആക്സിഡന്റായി. എനിക്കറിയാം എന്റെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ എങ്കിലും ആ മോൺസ്റ്റേഴ്സ് എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അവളെ കൊന്നുകളഞ്ഞു. നിങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും പല വിഷമങ്ങളും ഉണ്ടാകും. അതൊക്കെ നോക്കാൻ നിന്നാൽ നമുക്കൊരിക്കലും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനോ ജനങ്ങളെ വിശ്വസിപ്പിക്കാനോ സാധിക്കില്ല. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് എന്നും പറഞ്ഞ് പ്രൊഫസർ അവിടെ നിന്നും പോകുന്നു. ബേ ആവട്ടെ അയാൾ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. ശേഷം തന്റെ കുഞ്ഞിനെ എടുത്ത് താലോലിച്ചുകൊണ്ട് അതേപ്പറ്റി തന്നെ അയാൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു. ഇതേസമയം ആരോഹെഡിന്റെ ആൾക്കാരും ന്യൂട്രൂത്ത് ആൾക്കാരും ചേർന്ന് പ്ലാൻ ചെയ്ത് പ്രൊഫസറുടെ കാർ ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. മറുവശത്ത് ബേ ആകട്ടെ തന്റെ ഭാര്യയോട് ലൈവ് ബ്രോഡ്കാസ്റ്റിന്റെ കാര്യം പറഞ്ഞ് അതിന് ഞാൻ സമ്മതിക്കണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ഭാര്യയാവട്ടെ കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ച് കരയുന്നു. എന്തിനാ ആ ദൈവം ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ കുഞ്ഞിനെ തിരഞ്ഞെടുത്തത് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ആ സ്ത്രീ. മറ്റൊരിടത്ത് ആരോഹെഡിന്റെ ആൾക്കാർ മിന്നിന്റെ ടീമിലുണ്ടായിരുന്ന ആളെയും അയാളുടെ ഭാര്യയെയും തീയിലിട്ട് എരിച്ചു കൊല്ലുന്നു. ആ മോൺസ്റ്റേഴ്സ് കൊന്നതാണെന്ന് വരുത്തി തീർക്കാനാണ് ഇങ്ങനെ കൊല്ലുന്നത്. അതുപോലെ തന്നെ ലോയർ മിന്നിനെയും പിടിക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാവരെയും അടിച്ച് താഴെയിട്ട് പുള്ളിക്കാരി രക്ഷപ്പെടുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ആരോഹെഡ് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ നഗരമധ്യത്തിൽ കെട്ടിത്തൂക്കി. ഇവർ പാപികളാണ്, അതുകൊണ്ടാണ് ദൈവം ശിക്ഷിച്ചത് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ശേഷം ആരോഹെഡ് ടീം ലോയർ മിന്നിന്റെ ഫോട്ടോ കാണിച്ച് ഇവളും ആ ഗ്യാങ്ങിൽപ്പെട്ടവളാണെന്നും ഉടനെ കണ്ടുപിടിക്കണമെന്നും വീഡിയോയിലൂടെ ആഹ്വാനം ചെയ്യുന്നു. ആ സീൻ കട്ട് ചെയ്ത് ബേയാണ് കാണിക്കുന്നത്. അവന് ലോയർ മിന്നിന്റെ കോൾ വരുന്നു. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കുഞ്ഞുമൊക്കെ സേഫ് അല്ലേ എന്ന് മിൻ ചോദിക്കുന്നു. ആ ഞങ്ങൾ സേഫാണ്, ഞാനിപ്പോൾ ഓഫീസിലാണുള്ളത്. എന്താ ഓഫീസിലോ? നിങ്ങൾ എന്തിനാണ് ഭാര്യയും കുഞ്ഞിനെയും ഒറ്റക്കാക്കി വന്നത്? ആരോഹെഡും ന്യൂട്രൂത്തും നിങ്ങളുടെ ഭാര്യയെയും കുഞ്ഞിനെയും അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പോ എന്ന് വക്കീൽ ബേയോട് പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് ബേയുടെ ഭാര്യയെയും കുഞ്ഞിനെയുമാണ് കാണിക്കുന്നത്. തന്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കുന്നതിനായിട്ട് ന്യൂട്രൂത്ത് കൾട്ടിന്റെ ഓഫീസിലേക്ക് പോവുകയാണ് ആ അമ്മ. ഓഫീസിൽ ചെന്ന് ആ കണ്ണടയിട്ടവനോട് ആ വീഡിയോ കൊടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എങ്ങനെയെങ്കിലും തന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് ആ അമ്മ അയാളോട് പറയുന്നു. ആ വീഡിയോ കണ്ട ഉടനെ ബേയുടെ കുഞ്ഞിനെയും ഭാര്യയെയും സഹായിക്കാനെന്ന പേരിൽ ഒരു മുറിയിലേക്ക് അയാൾ അടച്ചിടുന്നു. എന്നിട്ട് ചെയർമാൻ കിമ്മിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. ഈ കാര്യം ഒരിക്കലും പുറത്തു പോകരുത്. അങ്ങനെ വന്നാൽ നമ്മൾ പറയുന്നതൊന്നും പിന്നീട് ആരും വിശ്വസിക്കില്ല. നമ്മുടെ ബിസിനസ് തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് ആ കുഞ്ഞിന്റെയും തള്ളയുടെയും കഥ കഴിക്കണം എന്ന് കിം അവരോടായിട്ട് പറയുന്നു. ഭാര്യയും കുഞ്ഞും ന്യൂട്രൂത്തിന്റെ കയ്യിലകപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ബേയും ലോയർ മിന്നും ഉടനെ തന്നെ കുറച്ച് പേരെയും കൂട്ടി ന്യൂട്രൂത്തിന്റെ ഓഫീസിലേക്ക് പുറപ്പെടുന്നു. അപ്പോഴേക്കും ന്യൂട്രൂത്തിന്റെ ആൾക്കാർ ബേയുടെ ഭാര്യയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും വക്കീലും ബേയും അങ്ങോട്ടേക്ക് എത്തുന്നു. ന്യൂട്രൂത്തിന്റെ ആൾക്കാരുമായിട്ട് അവർ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവസാനം എങ്ങനെയൊക്കെയോ കൂടി കഷ്ടപ്പെട്ട് കുഞ്ഞിനെയും ഭാര്യയെയും രക്ഷപ്പെടുത്തി ബേയും ലോയർ മിന്നും കൂടി അവിടെ നിന്ന് കാറിൽ പുറപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് ദൂരം നമുക്ക് പോകാനാവില്ല. ന്യൂട്രൂത്ത് എന്തായാലും നമ്മളെ കണ്ടുപിടിക്കും. സോ സേഫായ ഒരു സ്ഥലത്തേക്ക് പോകണമെന്നും പറഞ്ഞ് ലോയർ മിൻ അവർക്കറിയാവുന്ന ഒരാളുടെ വീട്ടിലേക്ക് പോകുന്നു. അയാളാവട്ടെ ഇവരെ വളരെ സന്തോഷത്തോടു കൂടി അയാളുടെ വീട്ടിൽ സുരക്ഷിതമായി താമസിപ്പിക്കുന്നു. അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അവർ ചെന്ന് കയറിക്കൊടുത്തത് പണ്ട് ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആരോഹെഡ് ഉണ്ടായിരുന്നില്ലേ, അയാളുടെ വീട്ടിലേക്കാണ്. കഴിഞ്ഞ 4 വർഷമായി
ആരോ ലൈവ് സ്ട്രീമിംഗ് ഒന്നും ചെയ്തിരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. 4 വർഷം മുമ്പ് ഒരു സ്ട്രീമിംഗ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ ആരോയുടെ മുമ്പിൽ മരണദേവത പ്രത്യക്ഷപ്പെട്ട് 4 വർഷങ്ങൾക്ക് ശേഷം നീ മരണപ്പെടുമെന്ന് പറഞ്ഞ് അപ്രത്യക്ഷമാവുന്നു. അതോടെ പേടിച്ചുപോയ അവൻ സ്ട്രീമിംഗ് ഒക്കെ നിർത്തിവെച്ച് ഒളിച്ചു താമസിക്കുകയാണ് അവിടെ. ഇതൊന്നും അറിയാതെയാണ് ലോയർ മിൻ ബേയെയും കുടുംബത്തെയും കൂട്ടി അങ്ങോട്ടേക്ക് കയറി ചെന്നത്. ശേഷം അവൻ എല്ലാവരെയും വീട്ടിൽ വിട്ടിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് ന്യൂ ഹെഡിന്റെ ചെയർമാനെ വിളിച്ച് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇപ്പോൾ എന്റെ വീട്ടിലാണ് അഭയം തേടിയിരിക്കുന്നത് എന്ന് വിളിച്ചു പറയുന്നു. അത് കേട്ടതോടെ കിം അവനോട് പറയും, അതേതായാലും നന്നായി, ഇനി ആ കുഞ്ഞ് മരിക്കുമ്പോൾ അത് മറ്റൊരാളും അറിയാതെ നോക്കണമെന്ന് ആരോയോട് കിം പറയുന്നു. ഉടനെ തന്നെ ആരോ പറയും, ആ കുഞ്ഞ് മരിച്ച് 5 മിനിറ്റിനുള്ളിൽ തന്നെ ആ മോൺസ്റ്റേഴ്സ് എന്നെയും നരകത്തിലേക്ക് കൊണ്ടുപോകും. ആ സമയമാണ് മരണദേവത എനിക്ക് കുറിച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. നീ ഇപ്പോൾ എവിടെയാണ് എന്ന് കിം ആരോയോട് ചോദിക്കുന്നു. അത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഒരുപക്ഷെ ആ കുഞ്ഞിനെ മോൺസ്റ്റേഴ്സ് കൊല്ലുന്നതിന് മുമ്പ് ഞാൻ വകവരുത്തി കഴിഞ്ഞാൽ ദൈവം എന്റെ തെറ്റ് ക്ഷമിച്ച് എന്നെ വെറുതെ വിടും എന്നൊക്കെ പറഞ്ഞു ഒരു ഭ്രാന്തനെ പോലെ അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ശേഷം ഫോൺ കട്ട് ചെയ്ത് ആ ഫോൺ വലിച്ചെറിഞ്ഞിട്ട് അയാൾ തിരികെ വീട്ടിലേക്ക് പോകുന്നു. അന്ന് രാത്രി 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ലൈവ് സ്ട്രീം ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ച് ആരോ ഹെഡ് വേഷം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ലോയർ മിന്നിന്റെ കൂടെ വന്നിരുന്ന 2 പേർക്ക് മനസ്സിലാവുന്നു. അതോടുകൂടി ആരോ ഹെഡ് അവർ 2 പേരെയും കത്തി കൊണ്ട് കഴുത്തിൽ കുത്തി കൊല്ലുന്നു. ഇത് കണ്ടുവന്ന ബേ ആരോ ഹെഡിനെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ ആരോ ഹെഡിനെ തടയാൻ അയാൾക്ക് സാധിച്ചില്ല. ആരോ ഹെഡ് ബേയെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് എറിയുന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ആർത്തിയോടെ പോവുകയാണ് അവൻ. മറുവശത്ത് ആ കുഞ്ഞ് മരിക്കാനുള്ള സമയമായിരിക്കുന്നു. ആ അമ്മയുടെയും കുഞ്ഞിന്റെയും മുന്നിൽ ആ മോൺസ്റ്റേഴ്സ് പ്രത്യക്ഷപ്പെടുന്നു. തന്റെ കുഞ്ഞിനെ ആ മോൺസ്റ്റേഴ്സിന് വിട്ടു നൽകാൻ ആ അമ്മ തയ്യാറല്ലായിരുന്നു. അവൾ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അവളെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ വന്ന ലോയർ മിന്നിനെയും ആ മോൺസ്റ്റേഴ്സ് എടുത്ത് വലിച്ചെറിയുന്നു. ഓടിക്ക് തെച്ചെത്തിയ ബേയ്ക്കും അവരെ രക്ഷിക്കാനായില്ല. ആ മോൺസ്റ്റേഴ്സ് അവനെയും എടുത്ത് വലിച്ച് കറക്കിയെറിയുന്നു. എന്നാലും അവർ 2 പേരും തളരാതെ പരസ്പരം ഹഗ് ചെയ്ത് ഒരു പൈപ്പ് എടുത്ത് തങ്ങൾക്ക് ചുറ്റുമായിട്ട് വരിഞ്ഞ് മുറുക്കി കെട്ടുന്നു. അവർക്ക് മധ്യത്തിലായിട്ട് ആ കുഞ്ഞിനെ വെക്കുകയും ചെയ്യുന്നു. നമ്മൾ മരിച്ചാലും കുഞ്ഞിനെ അവർക്ക് വിട്ടു നൽകില്ല എന്ന ദൃഢനിശ്ചയമായിരുന്നു ആ അച്ഛനും അമ്മയ്ക്കും. ഇത് കണ്ടുനിന്ന മോൺസ്റ്റേഴ്സ് അവരെ 3 പേരെയും തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് കരിച്ചു കളയുന്നു. ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത് ഒരു അപ്പാർട്ട്മെന്റിന്റെ മധ്യത്തിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഇത് കണ്ടു നിൽക്കുകയാണ്. പലരും ഇതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവരെ 3 പേരെയും എരിച്ചു കളഞ്ഞതിന് ശേഷം ആ മോൺസ്റ്റേഴ്സ് അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു. ലോയർ മിന്നാവട്ടെ അവരുടെ മരണത്തെക്കുറിച്ചോർത്ത് അലറി വിളിക്കുന്നു. പെട്ടെന്ന് ആ കുഞ്ഞിന്റെ കരച്ചിൽ അവിടെ മുഴങ്ങുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. ഇതെന്തുകൊണ്ടാണ് ദൈവം ആ കുഞ്ഞിന് പകരം അതിന്റെ അച്ഛനെയും അമ്മയെയും ശിക്ഷിച്ചത് എന്ന് എല്ലാവർക്കും സംശയം തോന്നുന്നു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ആരോ ഹെഡ് ആവട്ടെ ഒരു കത്തിയെടുത്ത് ആ കുഞ്ഞിനെ കുത്തി കൊല്ലാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ മോൺസ്റ്റേഴ്സ് ആരോയെയും വകവരുത്തുന്നു. അവസാനം ഇതെല്ലാം കണ്ടു നിന്നിരുന്ന ലോയർ മീൻ ആ കുഞ്ഞിനെയും എടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു. ഈ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുമാത്രമല്ല എല്ലാവരും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതോടുകൂടി ന്യൂ ട്രൂത്തിന്റെ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നു. ദൈവം തെറ്റ് ചെയ്തവരെ മാത്രമല്ല ആരെ വേണമെങ്കിലും ശിക്ഷിക്കുമെന്ന് അവർക്ക് എല്ലാവർക്കും ബോധ്യമാവുന്നു. അതോടെ ന്യൂ ട്രൂത്തും ആരോ ഹെഡും ദൈവത്തെ പറ്റി കള്ളമാണ് പറയുന്നത് എന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. ഈ കാര്യങ്ങളെല്ലാം ഒരു മുത്തച്ഛൻ ന്യൂ ട്രൂത്തിലെ ആ കണ്ണടക്കാരനോട് പറയുന്നു. ഇത്രയും കാലം ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു, ഇനി ഒരിക്കലും ഞങ്ങൾ നിങ്ങളുടെ കള്ളത്തരങ്ങൾ വിശ്വസിക്കുകയില്ല. നിങ്ങൾ ദൈവത്തെ പറ്റി പറയുന്നതെല്ലാം നുണയാണ്. അതോടുകൂടി ആ കണ്ണടക്കാരൻ ദേഷ്യം വന്ന് ആ വൃദ്ധന്റെ പ്രായം പോലും നോക്കാതെ അയാളെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇത് കണ്ട ജനങ്ങളെല്ലാം സ്തബ്ധരായി നിൽക്കുകയാണ്. അപ്പോഴേക്കും പോലീസ് അവിടെ എത്തി ആ കണ്ണടക്കാരനെ അറസ്റ്റ് ചെയ്യുന്നു. ഇതേ സമയം നമ്മുടെ ലോയർ മീൻ ആ കുഞ്ഞിനെയും കൂട്ടി ഒരു ടാക്സിയിൽ കയറി എങ്ങോട്ടോ പോകുന്നു. അയ്യേ, ഇത്രയേ ഉള്ളൂ, ഇതോടുകൂടി സീരീസ് തീർന്നു എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരുന്നേ. ആ സമയത്താണ് ഒരു കിടിലൻ ടെയിൽ ആൻഡ് ട്വിസ്റ്റ് പുറത്തുവിടുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പ് ആ മോൺസ്റ്റേഴ്സ് എരിച്ചു കൊന്ന പാർക്കിന് പുനർജന്മമുണ്ടായിരിക്കുന്നു. അതോടുകൂടി ഹെൽബൗണ്ട് സീസൺ 1 അവസാനിക്കുന്നു. ഇനി എന്ത് സംഭവിക്കും? അപ്പോൾ ഈ മരിച്ചവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ? അതൊക്കെ അറിയാൻ സീസൺ 2 കാണണം.